ഹരേ കൃഷ്ണ. ശ്രീമദ് നാരായണീയ സത്രത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ നാരായണീയത്തിൻ്റെ 3-ാമത്തെ ശ്ലോകത്തിലേക്കാണ് കിടക്കുന്നത്. 2-ാമത്തെ ദശകത്തിലെ 3-ാമത്തെ ശ്ലോകം. എല്ലാ ദിവസവും നമ്മൾ നാരായണീയത്തിൻ്റെ ഓരോ ദശകം, ഓരോ ദശകത്തിലെ ഓരോ ശ്ലോകങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ദശകത്തിൽ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതുപോലെ, ഇതിനു മുമ്പായിട്ടുള്ള സത്രത്തിൽ ചർച്ച ചെയ്തതുപോലെ, ഭഗവാന്റെ ആ അതീന്ദ്രിയ രൂപത്തെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ് നാരായണ ഭട്ടതിരിപ്പാട്. ആദ്യം ആ ഭഗവാന്റെ ആ ഒരു തിരുസന്നിധിയിൽ വന്നാൽ ലഭിക്കുന്ന ആ ഒരു ആനന്ദ അനുഭൂതിയെക്കുറിച്ചും, സാന്ദ്രാനന്ദ അവബോധാത്മകം, അതിൽ നിന്ന് തുടങ്ങി ഭഗവാന്റെ രൂപം എങ്ങനെയാണ് ഈ ത്രിഗുണങ്ങൾക്കും അപ്പുറത്തായത്, ആ സുന്ദരമായിട്ടുള്ള ശരീരത്തിൽ നിന്നാണ് എല്ലാവിധ കാര്യങ്ങളും, എല്ലാ സൃഷ്ടിയുടെ തുടക്കവും അതിൽ നിന്നാണ്, ഭഗവാന്റെ ഒരു നോട്ടത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അത് നമ്മൾ പഠിച്ചു. അതിനുശേഷം ഇത്രയും സുന്ദരമായിട്ടുള്ള ഒരു സാക്ഷാൽ കൽപ്പവൃക്ഷം തന്നെയാണ് ഭഗവാൻ. സാധാരണ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൽപ്പവൃക്ഷം എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇത് വ്യക്തികൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ കൂടാതെ അവർക്ക് അതീന്ദ്രിയ ആനന്ദം നൽകുന്നു, മോക്ഷം നൽകുന്നു. ഇതൊന്നും അവർ ആഗ്രഹിക്കുന്ന പോലും ഇല്ല, എന്നിട്ടും അങ്ങ് എല്ലാം നൽകുകയാണ്. അന്നേരം ഭഗവാന്റെ ആ ഒരു അതീന്ദ്രിയ സ്വരൂപത്തെ അവിടെ ധ്യാനിക്കുകയാണ്. ഭഗവാന്റെ അതീന്ദ്രിയ ആനന്ദം, ഭഗവാന്റെ അതീന്ദ്രിയ കടാക്ഷം, ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ് നാരായണ ഭട്ടതിരിപ്പാട്. എന്നിട്ട് അതിനുശേഷം ഇത്രയും നല്ലൊരു കൽപ്പവൃക്ഷം ഉള്ളപ്പോൾ ദൈവലോകത്തെ ദേവേന്ദ്രൻ്റെ വാടികയിലുള്ള ആ ഒരു കൽപ്പവൃക്ഷം ആർക്ക് വേണം എന്നൊരർത്ഥത്തിലാണ് നാരായണ ഭട്ടതിരിപ്പാട് ഇങ്ങനെ പറയുന്നത്. ഇനി അവസാനത്തെ ശ്ലോകത്തിൽ എല്ലാ ദേവന്മാരെയും നിയന്ത്രിക്കുന്ന, സാക്ഷാൽ ശങ്കരാദി ദേവന്മാരെ പോലും നിയന്ത്രിക്കുന്ന ഭഗവാൻ, എല്ലാം അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. എല്ലാം കൊണ്ടും ഭഗവാൻ എന്ന ശബ്ദത്തിന് അർഹത ഉള്ള ഒരേ ഒരാൾ ഭഗവാനല്ലേ, ഗുരുവായൂരപ്പനല്ലേ എന്ന് പറയുക. പിന്നെ പൊതുവേ ഹരേ കൃഷ്ണ ഭക്തരോട് എപ്പോഴും പല നമ്മുടെ ഭക്തരൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട്. എന്താണ് ഇവർ എപ്പോഴും കൃഷ്ണ 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 എന്ന് പറയുന്നത്? അദ്ദേഹത്തെ അല്ലേ പറയേണ്ടത്? പ്രപഞ്ചം മുഴുവൻ, സർവ്വചരാചരങ്ങളും, എല്ലാവിധ ഗ്രന്ഥങ്ങളും അദ്ദേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ കൃഷ്ണ ഫാൻസ് അസോസിയേഷൻ ആയതുകൊണ്ട് മാത്രമല്ല, നമുക്കെല്ലാവർക്കും ആർക്കാണ് കൃഷ്ണനെ ഇഷ്ടമല്ലാത്തത്? എല്ലാവർക്കും ഇഷ്ടമാണ് കൃഷ്ണനെ. നിരീശ്വരവാദിക്ക് പോലും കൃഷ്ണനെ ഇഷ്ടമാണ്. എങ്ങനെ? അവരെന്തെങ്കിലും കൃഷ്ണനെക്കുറിച്ച് പറയാതിരിക്കത്തില്ല. അന്നേരം എല്ലാം കൊണ്ടും എല്ലാവരെയും ആകർഷിപ്പിക്കുന്ന വ്യക്തിത്വമാണ് ഭഗവാന്റേത്. അന്നേരം എല്ലാവരെയും ഇത്രയും ആകർഷിപ്പിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം തന്നെയല്ലേ ഭഗവാൻ. സർവചരാചരങ്ങളും അദ്ദേഹത്തിൽ കുടികൊള്ളുന്നു. തുടക്കത്തിലും അന്ത്യത്തിലും മധ്യത്തിലും എല്ലാം അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തെ അല്ലേ പിന്നെ ഈശ്വര എന്ന് വിളിക്കേണ്ടത്. ബാക്കിയുള്ള വ്യക്തികളൊക്കെ ആരാണ്? അവരെല്ലാം ദേവന്മാരാണ്. എന്നാൽ പലപ്പോഴും ഇത് തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കാൻ കുറച്ച് വ്യക്തികൾക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരാൾ ചീഫ് മിനിസ്റ്റർ ആണെന്ന് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമല്ലെങ്കിലും അത് സത്യം തന്നെയല്ലേ? അതേപോലെയാണ്. ചില വ്യക്തികൾ പറയും എനിക്ക് ഈ ദേവനെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ആ ഒരു ദേവനെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. ഓരോ വ്യക്തികൾക്കും അവരവരുടെ ഇഷ്ടം അല്ലേ? പക്ഷെ എന്തായാലും സത്യം സത്യമായിട്ട് തന്നെ നിലനിൽക്കുന്നു. ഏത് ദേവനെ പൂജിക്കുന്നോ ആ ദേവൻ്റെ ലോകത്തായിരിക്കും നമ്മൾ പോകുന്നത്. ഭഗവാനെ പൂജിക്കുകയാണെങ്കിൽ ഭഗവാന്റെ ലോകത്ത് പോകാം. അത് തന്നെയാണ് ഭഗവാൻ പറയുന്നത്. പരമമായിട്ടുള്ള സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭഗവാൻ തന്നെയാണ്. കാരണം ഭാഗവതത്തിലായാലും ഭഗവത്ഗീതയിലായാലും എല്ലാം ആ ഒരു സത്യത്തിലേക്കാണ് എല്ലാം കേന്ദ്രീകരിക്കുന്നത്. അന്നേരം ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അത്രത്തോളം ഒരു യോഗ്യത നമുക്ക് വേണം. കാരണം ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ പറയുന്നു, ബഹുനാം ജന്മനാമന്തേ ജ്ഞാനവാൻ വാമം പ്രപദ്യതേ വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭം. ബഹുനാം ജന്മനാമന്തേ, അസംഖ്യം ജന്മങ്ങൾ താണ്ടി പോകുന്നതിന് ശേഷം, ജന്മങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു വ്യക്തി വാസുദേവ സർവമിതി എന്നുള്ളൊരു തലത്തിലേക്ക് ഉയർന്ന് എത്തുന്നത്. വാസുദേവനാണ് എല്ലാം എന്നൊരു സാക്ഷാത്കാരത്തിലേക്ക് എത്തണമെങ്കിൽ അത്രത്തോളം ആ ഭഗവാന്റെ കാരുണ്യം ലഭിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബഹുനാം ജന്മനാമത്തെ, എത്രയോ ജന്മങ്ങളിൽ ആ ജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിച്ച ഒരു വ്യക്തികൾക്ക് മാത്രമേ ആ ഒരു പരമോന്നത തലത്തിലേക്ക് എത്താൻ പറ്റൂ.
അല്ലാത്തവർക്കെല്ലാം എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ഇതിനേറെ പറയുന്നു, ഭഗവാൻ കൃഷ്ണൻ സ്വയം വന്നപ്പോഴും എല്ലാവരും ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടിട്ടും മനസ്സിലാവുന്നില്ല. കാരണം കാണേണ്ട രീതിയിലല്ല കാണുന്നത്. ഭഗവാൻ കൺമുന്നിൽ നിൽക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാനെ യഥാരൂപത്തിൽ നമുക്ക് കാണാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് നമ്മൾ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിലെ ഭഗവാന്റെ രൂപം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും. അല്ലെങ്കിൽ നമ്മൾ യഥാരൂപത്തിൽ ഭഗവാനെ കാണത്തില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് നമ്മൾ 3ാമത്തെ ശ്ലോകം ചർച്ച ചെയ്യുവാണ്. അതിനു മുമ്പായിട്ട് കുറച്ച് നമ്മൾ മനസ്സിലാക്കാം എങ്ങനെയാണ് കുറച്ചും കൂടെ വ്യക്തതയോടുകൂടി ഈ ഭഗവാൻ കൃഷ്ണൻ്റെ ആ ഒരു പൊസിഷൻ എന്താണ്, മറ്റ് ദേവന്മാരുടെ പൊസിഷൻ എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് ചർച്ച ചെയ്യാം. അതിനു മുമ്പായിട്ട് നമുക്കൊരു കീർത്തനം വെച്ച് ആരംഭിക്കാം. നമോ വിഷ്ണുപദായ പൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി ഇതി നാമിനേ. നമോ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി ഇതി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗർ ഭക്തവൃന്ദ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗർ ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ്. എന്താണെന്നറിയാം, ഇന്ന് ജഗന്നാഥനെ കെട്ടിപ്പിടിക്കാൻ സൗഭാഗ്യം ലഭിച്ചു. അന്നേരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 14 ദിവസത്തിന് ശേഷം ജഗന്നാഥ് ഇന്ന് കണ്ണു തുറക്കുകയാണ്. രഥയാത്ര തുടങ്ങുന്നതിന് മുമ്പായിട്ട് ജഗന്നാഥ് സ്നാനയാത്ര, ജഗന്നാഥ് വന്ന ആ ഒരു ദിവസം വരുമല്ലോ, ജഗന്നാഥിൻ്റെ അഭിഷേകം സ്നാനയാത്രയുടെ അന്ന് നമ്മൾ കണ്ടിരുന്നു. ജഗന്നാഥിൻ്റെ അഭിഷേകം കഴിഞ്ഞു. ഇന്ന് പൂജാരി അദ്ദേഹം എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ജഗന്നാഥിന് വേണ്ടി ഒരു ശ്ലോകം എഴുതി കൊടുക്കണമെന്ന്. അഷ്ടപതിയുടെ ഗീതാഗോവിന്ദത്തിൻ്റെ. എന്നിട്ട് അത് ഭഗവാന്റെ അരയ്ക്ക് ഇങ്ങനെ കെട്ടി വെച്ചിട്ടായിരിക്കും ഭഗവാന് ഡ്രസ്സൊക്കെ ഇടുന്നത്. അന്നേരം ഞാൻ അകത്ത് ചെന്നപ്പോൾ ഉടനെ പറഞ്ഞു, ഭഗവാനെ തുടയ്ക്കാനും മസാജ് ചെയ്യാനും ഒക്കെ. എന്താ ഒരു ഭാഗ്യമല്ലേ. അന്നേരം ജഗന്നാഥനെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും. ജഗന്നാഥ് ഭയങ്കര അട്രാക്റ്റീവാണ്. ജഗന്നാഥ്, ബൽദേവ്, സുഭദ്രാമായി. അന്നേരം ഭഗവാൻ 14 ദിവസമായിട്ട് പനിയായിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. അന്നേരം ജഗന്നാഥനെ കെട്ടിപ്പിടിക്കാൻ പറ്റി. എന്താണ് ഭഗവാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്താണ് അല്ലേ ഒരു ആകർഷണം ജഗന്നാഥിൻ്റെ. അന്നേരം ജഗന്നാഥനെ തുടച്ചു, ഇങ്ങനെ മസാജൊക്കെ ചെയ്തു. അതിനുശേഷം ഗീതാഗോവിന്ദ ശ്ലോകമൊക്കെ എഴുതി
എന്നിട്ട് ഭഗവാൻ അത് ഡ്രസ്സൊക്കെ കെട്ടി ഇത് കൊടുത്തു. എന്നിട്ട് നേരെ വരികയാണ്. ആ ജഗന്നാഥിൻ്റെ കുറിച്ച് എന്ത് പറയാനല്ലേ? ജഗന്നാഥ് എങ്ങനെ ഈ രൂപത്തിൽ വന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി ജഗന്നാഥിൻ്റെ ആ ഒരു രൂപം. നാളെയാണ് രഥയാത്ര. ഇന്ന് അതിനു വേണ്ടി റെഡിയാക്കുകയാണ് ജഗന്നാഥിനെ. ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ ദർശനം കൊടുക്കുകയാണ്. അന്നേരം ജഗന്നാഥ് എങ്ങനെ ഇങ്ങനെയായി? ജഗന്നാഥിൻ്റെ ആ മനോഹരമായിട്ടുള്ള രൂപം നമ്മൾ കണ്ടിട്ടുണ്ട്. ദ്വാരകയിൽ ഭഗവാൻ ഇരിക്കുകയാണ്. എത്രയോ വർഷങ്ങളായിട്ട് ഗോപികമാരെല്ലാം നിങ്ങളുടെ കാര്യം പറഞ്ഞോ, ഞങ്ങളുടെ കാര്യം പറഞ്ഞോ, പിന്നെന്താ നമ്മൾ പറയാതിരിക്കുമോ? ഞാൻ പറഞ്ഞു, നമ്മുടെ ഭക്തർ നിങ്ങൾ ഗുരുവായൂരപ്പനെ സ്നേഹിക്കുന്ന കുറേ ഒരു കൂട്ടം ഭക്തരുണ്ട്. അവരെല്ലാവരും അങ്ങ് അനുഗ്രഹിക്കണമെന്നൊക്കെ പ്രാർത്ഥിച്ചു. എന്നാന്ന് പറഞ്ഞ് എല്ലാം നോക്കിക്കോളാം എന്ന് പറഞ്ഞു അദ്ദേഹം. അന്നേരം ആ ജഗന്നാഥ് എങ്ങനെ വന്നു ഈ രൂപത്തിൽ? വൃന്ദാവനത്തിലെ ഗോപികമാരെല്ലാം കൃഷ്ണനെ പിരിഞ്ഞിട്ട് ഈ ഭഗവാന്റെ വിഷമത്തിലിരിക്കുകയാണ്. ഭഗവാനെ കാണാത്തതിൻ്റെ വിഷമത്തിൽ. രാധികയും എല്ലാ ഗോപികമാരും എല്ലാം വിഷമത്തിലിരിക്കുകയാണ്. അന്നേരമാണ് ഈ സൂര്യഗ്രഹണം വരുന്ന സമയം. അന്നേരം സൂര്യഗ്രഹണം വരുന്ന സമയത്ത് പൊതുവെ എല്ലാവരും അവിടെ ഒത്തുകൂടും. ആ ഒരു കുരുക്ഷേത്രത്തിൽ. കുരുക്ഷേത്രം വളരെ പുണ്യമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മൾ ജഗന്നാഥ് കഥയാണ് പറയുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കും. കാരണം ഇന്നത്തെ ശ്ലോകവും നാരായണീയത്തിലെ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ജഗന്നാഥിൻ്റെ ആ ഒരു സൗന്ദര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്നത്തെ ജഗന്നാഥ് ആരാണ്? ഗുരുവായൂരപ്പൻ തന്നെ. ഗുരുവായൂരപ്പൻ ആരാണ്? ജഗന്നാഥ് തന്നെ, ഒരു സംശയമില്ല. ഇത്തരം ജഗന്നാഥ് എങ്ങനെ ഈ രൂപം എടുത്തു എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നാളെ രഥയാത്രയാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ നമുക്കത് ചർച്ച ചെയ്യാം. എന്താ സംഭവിച്ചത് വളരെ ശ്രദ്ധിച്ചു കേൾക്കൂ. അന്നേരം ജഗന്നാഥ് ഭഗവാൻ ദ്വാരകയിലിരിക്കുകയാണ്. അന്നേരം ഈ ഗോപികമാരെല്ലാം ഭഗവാനിൽ നിന്നും വിരഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ വർഷങ്ങളായാലും ഭഗവാനെ കാണുന്നില്ല. അവസാനം എല്ലാവരും കൂടെ കുരുക്ഷേത്രത്തിൽ ഒത്തുകൂടാം, അവിടെ ചെല്ലുമ്പോൾ ഭഗവാനെ കാണാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ ഒത്തുകൂടാൻ തീരുമാനിച്ചു. കാരണം അവിടെ എന്തായാലും കൃഷ്ണനും വരും, എല്ലാ ദ്വാരകാവാസികളും പാണ്ഡവരും എല്ലാവരും അവിടെ ഒത്തുകൂടും. കുരുക്ഷേത്രം വളരെ പുണ്യ സ്ഥലമാണല്ലോ. അതുകൊണ്ട് അങ്ങനെ എല്ലാവരും കൂടെ അവിടെ ഒത്തുകൂടി. അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും കൃഷ്ണന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. യശോദാമ്മ, നന്ദ മഹാരാജ് എല്ലാവരും. അങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് കൃഷ്ണൻ രഥത്തിൽ വരികയാണ്. ഭഗവാൻ കൃഷ്ണൻ. കൂട്ടത്തിൽ ബലരാമനും സഹോദരിയായിട്ടുള്ള സുഭദ്രയുണ്ട്. ഇവർ 3 പേരും കൂടെ ഒരു രഥത്തിൽ കയറി ഇങ്ങനെ വരികയാണ്. രഥത്തിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ആൾക്കാരെല്ലാം പറഞ്ഞു, ദാ കൃഷ്ണൻ വന്നു, കൃഷ്ണൻ വന്നു, അല്ലേ, രാജാതിരാജൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രഖ്യാപിക്കത്തില്ലേ? അങ്ങനെ ഉറക്കെ പ്രഖ്യാപിച്ചു, ദാ ഭഗവാൻ വരുന്നു, ദ്വാരകാനാഥൻ ദാ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വലിയ ആഘോഷത്തോടു കൂടി പറഞ്ഞപ്പോൾ ശ്രീമതി രാധിക കൃഷ്ണനെ കാണുകയാണ് വർഷങ്ങൾക്ക് ശേഷം. അങ്ങനെ ഭഗവാൻ ചക്രവർത്തി സമ്രാട്ടായിട്ടിരിക്കുകയാണ്. കിരീടമൊക്കെ ധരിച്ച് ആ തോൾവളകളും എല്ലാവിധ ആഭരണാദിഭൂഷണം ഭൂഷിതമായിട്ട് ഇങ്ങനെ ഗുരുവായൂരപ്പൻ നിൽക്കുകയാണ്. കൂട്ടത്തിൽ ബലരാമനും സുഭദ്രാദേവിയുണ്ട്. ചക്രവർത്തി സമ്രാട്ടായിട്ട് ജഗന്നാഥായിട്ട് ഇങ്ങനെ വരികയാണ് ഭഗവാൻ. അന്നേരത്തേക്ക് ഇത് കണ്ടപ്പോൾ ശ്രീമതി രാധിക സൂക്ഷിച്ചിങ്ങനെ നോക്കുകയാണ്. അന്നേരത്തേക്ക് കൃഷ്ണൻ അടുത്ത് വന്നു. കൃഷ്ണനും രാധികയും നോക്കുകയാണ്. ജഗന്നാഥ് നോക്കുകയാണ് രാധികയെ. അന്നേരം ശ്രീമതി രാധിക ജഗന്നാഥിനെ കണ്ടിട്ട് പറയാണ്, ഇതെൻ്റെ കൃഷ്ണനല്ല എന്ന് പറഞ്ഞു. അന്നേരം ജഗന്നാഥന് കൃഷ്ണൻ ചോദിച്ചു, പിന്നെ നിന്റെ കൃഷ്ണൻ എങ്ങനെയാണ് ഇരിക്കുന്നത്? അന്നേരത്തേക്ക് ഉടനെ രാധിക ഭഗവാൻ കൃഷ്ണന്റെ വൃന്ദാവന ലീലകളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ്. ജയ രാധ മാധവ ജയോ കുഞ്ച
ബിഹാരി. നികുഞ്ചങ്ങളിൽ വിഹരിക്കുന്നവൻ ജയ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി ജയ ഗോപി ജയ വല്ലഭ ജയോ ഗിരിവരധാരി ജയോ ഗിരിവരധാരി. ഗോവർദ്ധൻ ഉയർത്തിയിട്ടുണ്ട്. ജയോ യശോദാനന്ദന ജയോ ബ്രജനന്ദന. യശോദാനന്ദനാണ്, ബ്രജത്തെ മുഴുവൻ രസിപ്പിക്കുന്നവനാണ്. ജയോ യമുന തീരവനചാരി ജയോ കുഞ്ച ബിഹാരി. ആ യമുനാ തീരത്തിലൂടെയൊക്കെ ചലിക്കുന്നവൻ ഇങ്ങനെ പല രീതിയിലും വൃന്ദാവനത്തിലുള്ള കൃഷ്ണനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇതെല്ലാം കേട്ടപ്പോൾ ജഗന്നാഥിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സമയമായിരുന്നു, ദ്വാരകാപതിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സമയമാണ് വൃന്ദാവന ലീലകൾ. എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ജഗന്നാഥന് ഒരുപാട് സന്തോഷമായി. സന്തോഷാധിക്യത്താൽ ഭഗവാന്റെ കണ്ണൊക്കെ അങ്ങ് വലുതായി. നമ്മൾ കുട്ടികളൊക്കെ കാണത്തില്ലേ, കുട്ടികൾ ഇങ്ങനെ, അതെനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാ, കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട കാര്യം കിട്ടുമ്പോൾ ഇങ്ങനെ കണ്ണ് വലുതാവും അല്ലേ. ഇഷ്ടപ്പെട്ട ഐസ്ക്രീമോ ചോക്ലേറ്റോ ഒക്കെ കിട്ടുമെങ്കിൽ കണ്ണങ്ങ് വലുതാവും. എന്നിട്ട് അതേപോലെ ജഗന്നാഥും എന്തായി, സന്തോഷാധിക്യത്താൽ കണ്ണൊക്കെ അങ്ങ് വലുതായി കൃഷ്ണൻ്റെ. അപ്പോൾ നമ്മുടെ മദൻ ഗോപാലിനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. മദൻ ഗോപാലിന് സന്തോഷം വന്ന് കണ്ണങ്ങ് ഇത്രയും വലുതായി. ഒന്ന് ആലോചിച്ചു. കൃഷ്ണൻ അതൊക്കെ പറ്റും. കൃഷ്ണൻ എന്താണ് ചെയ്യാൻ പറ്റാത്തത്? നമ്മുടെ അതേ മദൻ ഗോപാൽ തന്നെയാണ് ജഗന്നാഥ്. കൃഷ്ണന് ചിരി വന്ന് സന്തോഷാധിക്യത്തിൽ കണ്ണൊക്കെ അങ്ങ് വലുതായി. എന്നിട്ട് ചിരി ഇങ്ങനെ ചുണ്ട് ഇങ്ങനെ വലുതായി. കാരണം ചിരിച്ച് ഒരു ലിമിറ്റിൽ ചിരിക്കണ്ടേ. കൃഷ്ണൻ ചിരിക്കുമ്പോൾ എപ്പോഴും അൺലിമിറ്റഡ് ആയിട്ടല്ലല്ലോ ചെയ്യുന്നത് അല്ലേ. ചിരിക്കുവാണെങ്കിൽ അങ്ങേയറ്റം ചിരിക്കും. അന്നേരത്തേക്ക് ചിരിച്ച് ചുണ്ടെല്ലാം കൂടെ ഇങ്ങനെ ഇങ്ങനെ വികസിച്ചു പോകുന്നു. അന്നേരത്തേക്ക് നമ്മളാണ് പറയും മതി ചിരിക്കുന്നത് നിർത്തൂ എന്ന് പറയും. പക്ഷേ എവിടെ ജഗന്നാഥ് ചിരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. കാരണം ഏറ്റവും ഇഷ്ടപ്പെട്ട നായികയാണ് അദ്ദേഹത്തെക്കുറിച്ച് പുകഴ്ത്തുന്നത് അല്ലേ. ഏതൊരു നായകനും ഇഷ്ടപ്പെടുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ നായിക അദ്ദേഹത്തിനെ കുറിച്ച് പുകഴ്ത്തുന്നതാണ്. അന്നേരം കൃഷ്ണൻ്റെ രാധിക കൃഷ്ണനെക്കുറിച്ച് ഇങ്ങനെ സ്തുതിച്ച് പറയുമ്പോൾ കൃഷ്ണൻ എങ്ങനെയാണ് മയങ്ങി വീഴാത്തത് അല്ലേ. അന്നേരം കൃഷ്ണൻ എന്ന് പറയുന്നത് മദൻ മോഹനാണ്. മദൻ മോഹൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സാക്ഷാൽ കാമദേവനെ പോലും മോഹിപ്പിക്കും കണ്ണൻ. രാധിക എന്ന് പറയുന്നത് മദൻ മോഹൻ മോഹിനി, സാക്ഷാൽ കണ്ണനെ പോലും മോഹിപ്പിക്കുന്നവൾ എന്നാണ്. അന്നേരം ഭഗവാൻ കൃഷ്ണൻ ശ്രീമതി രാധിക പറയുന്ന സ്തുതികളൊക്കെ ഇങ്ങനെ കേട്ട് വൃന്ദാവനത്തിലോട്ട് അങ്ങ് പോയെന്നുള്ളതാണ്. ആളിവിടെയെങ്കിലും ഇല്ല, പിന്നെ അങ്ങ് പോയി. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ മദൻ ഗോപാൽ കൃഷ്ണൻ്റെ കഥകളൊക്കെ കേട്ട്, അദ്ദേഹത്തിൻ്റെ തന്നെ കഥകൾ കേട്ട് ചിരിക്കുന്നതായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ അല്ലെ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കാണാറില്ലേ ഇങ്ങനെ ചിരിക്കാറും കണ്ണിറുക്കി കാണിക്കാറൊക്കെ. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം കണ്ണിങ്ങനെ വലുതായി, സന്തോഷാധിക്യത്താൽ ഇങ്ങനെ കണ്ണിങ്ങനെ വലുതായി, ചിരി നിർത്താതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. മതി പറഞ്ഞ് ചിരിക്കുകയാണ്. ഒരു ലിമിറ്റും ഇല്ലാതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിരിക്കുന്നതിന് ഒരു ലിമിറ്റ് വേണ്ടേ? ആള് കേൾക്കൂ. ആളങ്ങോട്ട് സന്തോഷം കൊണ്ട് മതി പറഞ്ഞ് അഹഹ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിരിച്ച് ഒരു പരുവായെന്നുള്ളത്. പിന്നെ നോക്കിയപ്പോൾ കണ്ണൊക്കെ കൂടെ ഇത്രയും മുട്ടനായി, ചുണ്ടൊക്കെ കൂടെ ഇത്രയും വലുതായി. എന്നിട്ട് കൈയൊക്കെ ഇങ്ങനെ സ്റ്റക്കായി പോയി. ഭഗവാന്റെ ശരീരമൊക്കെ ഇങ്ങനെ ചെറുതായി, തല അങ്ങോട്ട് വലുതായി എന്നുള്ളതാണ്. കാരണം കൃഷ്ണൻ ചിരിച്ചാൽ ഇങ്ങനെയാണ് ചിരിക്കുക. നമ്മൾ ചിരിച്ചാൽ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. നമ്മൾ എത്ര ചിരിക്കാൻ നോക്കിയാലും ഈ ചുണ്ടൊക്കെ കീറി പോകത്തില്ല, അതിനപ്പുറം പറ്റത്തില്ല. കാരണം നമ്മുടെ ഈ ശരീരം അങ്ങനെയല്ല, ഭഗവാന്റെ ശരീരം അങ്ങനെയല്ല, ആധ്യാത്മിക ശരീരമാണ്. അതുകൊണ്ട് ഒരു ലിമിറ്റ് ഇല്ല കൃഷ്ണന് എത്രയും ചിരിക്കാമെന്ന് വെച്ചാൽ. ഭഗവാൻ ചിരിച്ച് സന്തോഷം കൊണ്ട് അങ്ങ് മതി മറന്നു പോയതില്ല. ഉണ്ടക്കണ്ണൻ, അത് തന്നെ അതാണ് ജഗന്നാഥ് പറഞ്ഞ ഉണ്ടക്കണ്ണനാണ്. അന്നേരത്തേക്ക് കണ്ണൊക്കെ ഇങ്ങോട്ട് വലുതായി, ഭയങ്കര ക്യൂട്ടാണ് ജഗന്നാഥിനെ കണ്ണൻ. നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ ജഗന്നാഥ് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ മദൻ ഗോപാൽ തന്നെ ഏറ്റവും ചിരിക്കുന്ന രൂപമാണ് ജഗന്നാഥിൻ്റെ. ജഗന്നാഥിനെ കാണുമ്പോഴേ കെട്ടിപ്പിടിക്കാൻ തോന്നും, അത്രയ്ക്ക് ക്യൂട്ടാണ്. എന്നിട്ട് ജഗന്നാഥ് എന്ത് ചെയ്തു? കൃഷ്ണൻ ചിരിച്ച് ചിരിച്ച് ഒരു പരുവ എന്നുള്ളതാണ്. കാരണം കൃഷ്ണൻ്റെ മോസ്റ്റ് എക്സൈറ്റിംഗ് കാര്യങ്ങളാണ് ശ്രീമതി രാധിക പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു കാമുകനെ സംബന്ധിച്ചിടത്തോളം കാമുകി മുന്നിൽ നിന്ന് ആ കാമുകനെ സ്തുതിക്കുമ്പോൾ എന്തായിരിക്കും അല്ലേ? ഭയങ്കര ത്രില്ലായിരിക്കത്തില്ലേ? അല്ലേ? മിക്ക സിനിമകളിലും റൊമാൻറ്റിക് സീൻസൊക്കെ ഇങ്ങനെയല്ലേ? അതേപോലെ ഭഗവാൻ കൃഷ്ണൻ്റെ റൊമാൻറ്റിക് ഹീറോയിൻ ശ്രീമതി രാധിക ആ ഹീറോയെക്കുറിച്ച് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെയാണ് കൃഷ്ണന് ഇഷ്ടം വരാതെ തോന്നുന്നത്? അങ്ങനെ കൃഷ്ണൻ അങ്ങോട്ട് ചിരിക്കാൻ തുടങ്ങി, ചിരിച്ച് ഒരു പരുവ എന്നുള്ളത്. ചിരി നിർത്താനും പറ്റുന്നില്ല. ചിരിച്ച് കണ്ണൊക്കെ അങ്ങോട്ട് ഉണ്ടക്കണ്ണായി, ചുണ്ടൊക്കെ അങ്ങോട്ട് ചിരിച്ച് ഇത്രയും അങ്ങോട്ട് പോയി. നമ്മളുണ്ടായിരുന്നു മതി മതി കൃഷ്ണ മതി എന്ന് പറഞ്ഞേനെ. പക്ഷെ കൃഷ്ണൻ നിർത്തുമോ? ഭഗവാൻ അങ്ങോട്ട് ചിരിച്ചുകൊണ്ടിരുന്നു, ഒരു ലിമിറ്റില്ലാതെ ചിരിച്ചു. അവസാനം നോക്കിയപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ഉണ്ട രൂപമായി, തല മാത്രമുണ്ട്, കയ്യും കാലുകളൊക്കെ ചെറുതായി, ഒരത്ഭുത രൂപം, ഇതുവരെ ആരും കാണാത്ത രൂപം. ആ ഒരു സുന്ദര രൂപം കണ്ടപ്പോൾ എല്ലാവരും ഷോക്കായിപ്പോയി. ഇതെന്തൊരു രൂപം, കണ്ടു കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കാൻ തോന്നും. അത്രയ്ക്ക് സുന്ദരമായിട്ടുള്ള രൂപം, തലയൊക്കെ ഇങ്ങോട്ട് വലുതായി, കണ്ണൊക്കെ ഉണ്ടക്കണ്ണും, ചുണ്ടൊക്കെ ഇങ്ങനെ ചിരിച്ച് ഇത്രയും ഒരു ചെറിയ കൈയൊക്കെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഈ കഥ ബലരാമനും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, സുഭദ്രാദേവിയും കേട്ടു. അവരും ഇതേപോലെ എന്നുള്ളതാണ്. കാരണം കൃഷ്ണനെക്കുറിച്ചല്ലേ പറയുന്നു. കൃഷ്ണനെക്കുറിച്ച് കേട്ട് ബലരാമനും അതേ രൂപത്തിലായി, സുഭദ്രാദേവിയും അതേ രൂപത്തിലായി എന്നുള്ളതാണ്. എന്നിട്ട് ഇത് കണ്ടുകൊണ്ട് നാരദ മഹർഷി ആ സമയത്ത് അവിടെ എത്തി. ഈ രൂപം കണ്ടിട്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി. അദ്ദേഹം പറഞ്ഞു, ഭഗവാനെ എന്തൊരു രൂപമാണിത്. നേരത്തേക്ക് പറഞ്ഞു, ഈ രൂപം കലിയുഗത്തിലുള്ള ജനങ്ങൾക്കും കാണാനുള്ള ഒരു സൗഭാഗ്യം ലഭിക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ സത്യയുഗത്തിൽ തുടങ്ങിയ ഒരു കാര്യമാണ്. അങ്ങനെ കുറേ ഉണ്ട്. ജഗന്നാഥ് പുരിയെക്കുറിച്ച് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അതൊക്കെ പിന്നെ നമ്മൾ ഒരു ദിവസം പറയാം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ നടന്ന സംഭവമാണ് ഇതൊക്കെ. അങ്ങനെ പിന്നെ ജഗന്നാഥ് പുരിയിൽ ഇന്ദ്രദ്യുമ്ന മഹാരാജ് ഭഗവാന്റെ ഒരു രൂപം അന്വേഷിച്ചു നടക്കുകയായിരുന്നു പൂജിക്കാനായിട്ട്. ആദ്യം നീലമാധവ രൂപം ലഭിക്കുകയാണ്. നീലമാധവ രൂപത്തെക്കുറിച്ച് കേൾക്കുകയാണ്. അതിനുവേണ്ടി ഒരു ബ്രാഹ്മണനെ വിടുകയാണ്. അദ്ദേഹം പോയി, അദ്ദേഹത്തിന് ആ ഒരു ഇത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി. അതിനുശേഷം കണ്ടുമുട്ടുന്നു. അങ്ങനെ കുറേ വലിയൊരു സ്റ്റോറിയാണ്. അത് നമ്മൾ ഒരു ദിവസം പറയാം. അങ്ങനെ ഒരുവിധം കണ്ടുമുട്ടിയിട്ടും പിന്നെ ആ വിഗ്രഹം അപ്രത്യക്ഷമാവുകയാണ്. പിന്നെ അതിൻ്റെ വിരഹത്തിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പറയും, ഒരു ശില്പി വന്നിട്ട് ചെയ്യുമെന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു മരം ലഭിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മരത്തെ ലഭിക്കുകയും എല്ലാവരും കൂടെ പിന്നെ സാക്ഷാൽ വിശ്വകർമാവ് തന്നെ കൊത്തിയെടുക്കുന്ന രൂപമാണ്. ഒരു വൃദ്ധൻ്റെ രൂപത്തിലാണ് വിശ്വകർമാവ് വരുന്നത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇത് കൊത്തിയെടുക്കുമ്പോൾ ആരും എന്നെ തടസ്സപ്പെടുത്താൻ പാടില്ല, പുറത്ത് തന്നെ നിങ്ങൾക്ക് നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. ആരെങ്കിലും തടസ്സപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അകത്തിരിക്കുകയാണ്. അകത്തിരുന്ന് ഭഗവാന്റെ സുന്ദര രൂപം ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അവസാനം രാജാവ് അകത്ത് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന അതേ ജഗന്നാഥൻ്റെ രൂപമാണ്. അന്നേരം ഭഗവാൻ കുരുക്ഷേത്രത്തിൽ കാണിച്ച അതേ രൂപത്തെ കൊത്തിയെടുക്കുന്നതാണ്, തടിയിൽ കൊത്തിയെടുക്കുന്നതാണ് ജഗന്നാഥൻ്റെ വിഗ്രഹം. ആ തടിയിൽ നിസ്സാരമല്ല, അതിന് ഒരുപാട് ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അതിനനുസരിച്ചുള്ള 12 വർഷത്തിൽ ഒരിക്കലാണ് ആ ഒരു വിഗ്രഹത്തെ വീണ്ടും കൊത്തിയെടുക്കുന്നത്. അത് 12 വർഷം കഴിയുമ്പോൾ ആ വിഗ്രഹത്തെ വീണ്ടും മാറ്റിയിട്ട് പുതിയ വിഗ്രഹം റെഡിയാക്കും. പക്ഷേ ആ ഉള്ളിലുള്ള ഭഗവാന്റെ സാന്നിധ്യം സ്വമേധയാ ഒരു പ്രത്യേക വിധി പ്രകാരം ചില മന്ത്രങ്ങളാലും ഭഗവാനെ വീണ്ടും റിക്വസ്റ്റ് ചെയ്യും പുതിയ ഒരു വിഗ്രഹത്തിലോട്ട് പ്രവേശിക്കാൻ. അങ്ങനെ ഭഗവാൻ പുതിയ വിഗ്രഹത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അന്നേരം അങ്ങനെയാണ് ജഗന്നാഥ് വരുന്നത്. ഇതുകൂടാതെ വേറൊരു ചരിത്രവും പറയുന്നു. അതായത് രോഹിണി ദേവി വൃന്ദാവനത്തിലായിരുന്നല്ലോ, യശോദാമ്മയുടെ കൂട്ടത്തിൽ. അതുകൊണ്ട് കൃഷ്ണ ബലരാമൻ്റെ എല്ലാ ലീലകളും രോഹിണി ദേവിയും കേട്ടിട്ടുണ്ട്. അന്നേരം എല്ലാവരും, ദ്വാരകാവാസികളെല്ലാവരും
വൃന്ദാവന ലീലകളെക്കുറിച്ച് എപ്പോഴും കേൾക്കാൻ വേണ്ടി രോഹിണി ദേവി അടുത്ത് അങ്ങ് പറയൂ എന്ന് ദേവി പറയൂ എന്നങ്ങ് പറയും. അന്നേരം വൃന്ദാവനത്തിലെ ഭഗവാൻ കൃഷ്ണൻ ചെയ്ത ഓരോ കാര്യങ്ങളും രോഹിണി ദേവി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പ്രത്യേകിച്ചും പറയും, ഇത് കൃഷ്ണനും ബലരാമനും ഒരിക്കലും കേൾക്കരുത്. കാരണം അവർ കേട്ട് കഴിഞ്ഞാൽ എന്താവും, അങ്ങ് പോവും വൃന്ദാവനത്തിലേക്ക്, നമ്മളെല്ലാം ഉപേക്ഷിച്ചിട്ട്. കാരണം ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമല്ലേ വൃന്ദാവനം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം രോഹിണി ദേവി ഇങ്ങനെ ഇരുന്ന് വൃന്ദാവനത്തിലെ കഥകൾ, കൃഷ്ണൻ ഓരോന്ന് വെണ്ണ മോഷ്ടിച്ചതും മതിൽ ചാടുന്നതും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം എല്ലാവരും കേട്ടോണ്ടിരിക്കുകയാണ്. കാവലായിട്ട് സുഭദ്രാദേവിയെ നിർത്തിയിരിക്കുകയാണ്. കൃഷ്ണൻ ബലരാമൻ വന്നു കഴിഞ്ഞാൽ ഉടനെ പറഞ്ഞോണം. അന്നേരം സുഭദ്രാദേവി ജനലിലൂടെ വാതിലിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു. രോഹിണി ദേവി അകത്തുനിന്ന് ഭഗവാന്റെ കഥകളൊക്കെ ഇങ്ങനെ, ജഗന്നാഥിന് കഥ കേൾക്കുന്ന വലിയ ഇഷ്ടമാണ്. കൃഷ്ണനെ ആർക്കാ കഥ കേൾക്കുന്ന ഇഷ്ടമല്ലാത്ത കൃഷ്ണ കഥകൾ? കൃഷ്ണന് പോലും കൃഷ്ണൻ്റെ കഥകൾ കേൾക്കുന്ന വലിയ ഇഷ്ടമാണ്. അന്നേരം അകത്തുനിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജഗന്നാഥിൻ്റെ കഥകളൊക്കെ രോഹിണി ദേവി. അന്നേരം ഇതെല്ലാം സുഭദ്രാദേവി കേട്ടിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മെല്ലെ മെല്ലെ സുഭദ്രാദേവി ഈ ഒരു രൂപത്തിലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കേട്ട് കേട്ട് അതീന്ദ്രിയ ആനന്ദത്തിൽ, ആത്മീയ ശരീരമുള്ളവർ അതീന്ദ്രിയ ആനന്ദം വരുമ്പോൾ ഏത് രൂപത്തിലും ആവാൻ പറ്റും, പറയാൻ പറ്റത്തില്ല. അത്രത്തോളം സന്തോഷത്തിലിരുന്നു സുഭദ്രാദേവി. സുഭദ്രാദേവി മതിമറന്നു പോയി. ആ സമയത്ത് കൃഷ്ണനും ബലരാമനും കൂടെ വരികയാണ്. ഇതെന്തോ നമ്മളറിയാതൊരു മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ജനലിൽ കൂടെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ്. അന്നേരം ജഗന്നാഥൻ കേൾക്കുന്നു, ബലരാമനും കേട്ടുകൊണ്ടിരിക്കുക. അന്നേരം അവരിത് കേട്ടിട്ട് അവർ ഈ ഒരു രൂപത്തിലേക്ക് പോകുന്നു. അങ്ങനെ രണ്ട് രീതിയിൽ പറയുന്നു കൃഷ്ണൻ ഈ ഒരു രൂപം എടുത്തതിൻ്റെ അത്ഭുത കഥകൾ. അന്നേരം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജഗന്നാഥും ബലദേവും സുഭദ്രയും ഈ ഒരു സുന്ദര രൂപത്തിലാകുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ രഥയാത്ര നടക്കുന്നതിൻ്റെ പ്രധാന കാരണം ശ്രീമതി രാധികയാണ്. ശ്രീമതി രാധികയാണ് കൃഷ്ണനെ ഈ കോലത്തിലാക്കിയത്. പറഞ്ഞ് കൃഷ്ണനെ ഇങ്ങനെ ആക്കി എന്നുള്ളത്. അന്നേരം ഭഗവാൻ ഏറ്റവും സന്തോഷത്തിലിരിക്കുന്ന നിമിഷമാണ് ജഗന്നാഥ രൂപത്തിൽ. ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും സന്തോഷത്തിൻ്റെ ഏറ്റവും ഉന്മാദ അവസ്ഥയിലിരിക്കുന്ന രൂപമാണ് ജഗന്നാഥൻ്റെ. അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. ജഗന്നാഥനോട് എന്ത് പറഞ്ഞാലും നടക്കുമെന്നുള്ള, എന്ത് പറഞ്ഞാലും ജഗന്നാഥ സന്തുഷ്ടനായി കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കാര്യവും നടക്കും. പക്ഷേ ദയവ് ഇത് മിസ്യൂസ് ചെയ്യരുത് ഈ കാര്യം. എന്ത് ചോദിച്ചാലും കിട്ടും. കാരണം എന്താണെന്നറിയാമോ, ജഗന്നാഥിന് ഇഷ്ടപ്പെട്ട ആളാണ് മുന്നിൽ നിൽക്കുന്നത്. ആര്? ശ്രീമതി രാധിക. അതുകൊണ്ട് ശ്രീമതി രാധിക പറഞ്ഞ് കൃഷ്ണനെ വൃന്ദാവനത്തിൽ കൊണ്ടുപോവുകയാണ്. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ കാര്യങ്ങൾ, ഇഷ്ടപ്പെട്ട സ്ഥലത്തെക്കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സ് അങ്ങോട്ടങ്ങ് പോകും, അല്ലേ? പിന്നെ നമ്മൾ അവിടെയാണ്. എവിടെയാണോ നമ്മുടെ മനസ്സ്, നമ്മൾ അവിടെയാണല്ലോ. അന്നേരം ശ്രീമതി രാധിക ഇങ്ങനെ പറഞ്ഞ് കൃഷ്ണനെ അങ്ങ് വൃന്ദാവനത്തിൽ കൊണ്ടുപോയി എന്നുള്ളത്. അത് കേട്ട് ബലരാമനും സുഭദ്രാദേവിയും വൃന്ദാവനത്തിലായിപ്പോയി. അതിൻ്റെ ഓർമ്മയ്ക്കാണ് രഥയാത്ര നടത്തുന്നത്. അതുകൊണ്ടാണ് രഥയാത്ര നടക്കുമ്പോൾ ആ രഥത്തിൻ്റെ കയറിൽ ആരെങ്കിലും ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പുനർജന്മമില്ല. അതവരുടെ അവസാനത്തെ ജന്മമാണ്, ഒടുക്കലത്തെ ജന്മമായിരിക്കും. അന്നേരം ആ ജഗന്നാഥ്പുരിയിൽ നടക്കുന്ന രഥയാത്ര അതിൻ്റെ ഓർമ്മയ്ക്കാണ്. കാരണം എങ്ങനെയാണോ കുരുക്ഷേത്രത്തിൽ ശ്രീമതി രാധിക വന്നിട്ട്, കൃഷ്ണൻ ചോദിച്ചില്ല നിൻ്റെ കൃഷ്ണൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ശ്രീമതി രാധിക പറഞ്ഞു കൊടുക്കും, എൻ്റെ കൃഷ്ണൻ ഇങ്ങനെയാണ്. ഇങ്ങനെ സ്വർണ്ണാഭരണങ്ങളൊന്നും ഇടത്തില്ല. അദ്ദേഹം ഇടുന്നത് വനമാലയൊക്കെയാണ്, സിമ്പിളായിട്ടുള്ള പുഷ്പത്തിൻ്റെ ഇതാണ്, പകിടിയാണ്. ഭഗവാൻ വൃന്ദാവനത്തിൽ കിരീടവും ധരിക്കത്തില്ല. ഭഗവാൻ എല്ലാം പുഷ്പത്തിൻ്റെ മാലകളും അതൊക്കെയാണ്. സിമ്പിൾ ഒരു ധോത്തിയും അതൊക്കെയാണ്. ഇങ്ങനെയൊക്കെയാണ് ഭഗവാന്റെ നടത്തുക. അന്നേരം അതിനെക്കുറിച്ച് ശ്രീമതി രാധി ഇങ്ങനെ പറഞ്ഞ് കൃഷ്ണനെ ഒരു വഴിയാക്കി എന്നുള്ളത്. അങ്ങനെ ശ്രീമതി രാധിക പറഞ്ഞ് കൃഷ്ണനെ ദ്വാരകയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് അങ്ങ് കൊണ്ടെത്തിച്ചു. അന്നേരം ഈ രഥയാത്ര എന്ന് പറയുന്നത് അതാണ്. കൃഷ്ണനെ ദ്വാരകയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഇതാണ്. പിന്നെ ജഗന്നാഥ്പുരിയിൽ വലിയ അത്ഭുത ലീലകളാണ്.
ഭഗവാൻ അവിടെ പോയതിനു ശേഷം ലക്ഷ്മി ദേവി, കാരണം ദ്വാരകയിലെ രുക്മിണി ദേവി, ലക്ഷ്മി ദേവി, അങ്ങനെ ഒരു വല്ലാത്ത ലീലകളാണ് അവിടെ നടക്കുന്നത്. ലക്ഷ്മി ദേവി ഗോപിതയാവും. വൃന്ദാവനത്തിൽ പോയിട്ട് ഇതുവരെ തിരിച്ചു വരുന്നില്ല അല്ലേ? ലക്ഷ്മി ദേവി വലിയ ദേഷ്യത്തിലിരിക്കും. അങ്ങനെ കുറേ ലീലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഭയങ്കര രസമാണ് ജഗന്നാഥ്പുരി. നമുക്കൊരു ദിവസം പോകണം. ലക്ഷ്മി ദേവി കുപിതയാവും. അങ്ങനെ ഒരു സംഭവമുണ്ട്. കാരണം കൃഷ്ണൻ പോയിട്ട് കുറേ നാളാവും. അങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും അത്ഭുത ലീലകളൊക്കെ ഉണ്ട്. അന്നേരം ശ്രീമതി രാധിക ജഗന്നാഥനെ ഇങ്ങനെ വലിച്ചിങ്ങനെ കൊണ്ടുപോകുന്നുള്ള പറഞ്ഞു ആ രഥം ഇങ്ങനെ. അതുകൊണ്ടാണ് നമ്മൾ രഥത്തിൻ്റെ ആ ഒരു കയറിൽ പിടിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ജഗന്നാഥ്പുരി പോകണം. അന്നേരം ആ കയറിൽ പിടിക്കുമ്പോൾ, ജഗന്നാഥിൻ്റെ ആ രഥത്തിൻ്റെ കയർ പിടിക്കുമ്പോൾ നമ്മൾ ശ്രീമതി രാധികയെ സഹായിക്കുകയാണ് കൃഷ്ണനെ വൃന്ദാവനത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി. മനസ്സിലായില്ലേ? ഒരു മിനിറ്റ്, നല്ലൊരു കീർത്തനമുണ്ട്. കിട്ടുമോ ഇല്ലയോ എന്നറിയത്തില്ല. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പാടാം. അന്നേരം എല്ലാവരും കൂടെ ജഗന്നാഥനെ ഇങ്ങനെ പറഞ്ഞ് ശ്രീമതി രാധിക ജഗന്നാഥനെ നേരെ വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അന്നേരം ആ ഒരു ലീലയുടെ ഓർമ്മയ്ക്കാണ് ഈ രഥയാത്ര നടക്കുന്നത്. അന്നേരം നാളത്തെ ദിവസം നിങ്ങൾ പറ്റുമെങ്കിൽ ഓൺലൈൻ നോക്കിയാൽ മതി, ജഗന്നാഥ് രഥയാത്ര എന്ന് പറഞ്ഞു. ജഗന്നാഥ്പുരി വലിയ, ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് വളരെ ചുരുക്കത്തിലായിരിക്കും, പക്ഷെ എന്നാലും വലിയൊരു അത്ഭുതം നടക്കുന്ന കാര്യമാണ്. ബ്രിട്ടീഷുകാരുടെ സമയത്ത് പോലും ഭയങ്കര ഇത്രയും അവർ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടും അതൊന്നും തടയാൻ പറ്റിയില്ല അവർക്ക്. അത്രയും മനോഹരമായിട്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ സമയത്തും ആ ഒരു രഥയാത്ര നടന്നത്. അതുകൊണ്ട് ആരാണോ ഭഗവാന്റെ രഥത്തിൻ്റെ കയറിൽ പിടിക്കുന്നത് അവർക്കെല്ലാം തീർച്ചയായിട്ടും ഗോലോക വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അത് ഇവരുടെ അവസാനത്തെ ജന്മമായിരിക്കും. നോക്കട്ടെ, ആ കീർത്തനം കിട്ടും തോന്നുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ. അത് കിട്ടുന്നില്ല കേട്ടോ വരികൾ. അതിൽ കുറച്ച് വരികൾ ഓർമ്മയുണ്ട്. പോകല്ലേ പോകല്ലേ പോ മധുരയ്ക്ക് കണ്ണ, വൃന്ദാവനം വിട്ട് പോകല്ലേ കണ്ണ. പോകല്ലേ പോകല്ലേ പോ മധുരയ്ക്കു കണ്ണ, വൃന്ദാവനം വിട്ട് പോകല്ലേ കണ്ണ. നന്ദ യശോദ കുമാര കിശോര, വൃന്ദാവനവാസിയല്ലേ നീ കണ്ണ. അങ്ങനെ പറഞ്ഞിട്ടൊരു പാട്ടാണ്, നല്ല രസമാണ്. അന്നേരം അത് വൃന്ദാവനം വിട്ട് ദൈവം പോരേ കൃഷ്ണ എന്ന് പറഞ്ഞു. അന്നേരം അതേപോലെ ശ്രീമതി രാധിക ആ ഒരു കീർത്തനമൊക്കെ പാടി കൃഷ്ണനെ ഇങ്ങനെ സോപ്പിട്ട് വൃന്ദാവനത്തിലേക്ക് പിടിച്ചിങ്ങനെ കൊണ്ടുപോയി എന്നുള്ളതാണ്. അതേപോലെ നമുക്കെന്താ മറ്റേ പാട്ട് പാടാം അല്ലേ? അതിലും ആ വിരഹം ഉണ്ടല്ലോ. എന്നിട്ട് ഏകദേശം ഈ ഒരു രീതിയിലാണെന്നു ശ്രീമതി രാധിക പാടിയത്. ഏത് പാട്ടാണ് നമ്മൾ പാടാൻ പോകുന്നത്? വന്ദേ മുകുന്ദ ഹരേ പാടാം.
വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്തപഹാരി പുരാരേ. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്തപഹാരി മുരാരേ. ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകപുരിയെവിടെ. ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകപുരിയെവിടെ. പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടി പൈകലം എവിടെ. കോലക്കുഴൽ പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടി പൈകലം എവിടെ. ക്രൂരവിഷാദ ചരം കൊണ്ട് നീറുമിൻ നെഞ്ചിലെന്നാത്മപ്രണാമം. പ്രേമസ്വരൂപനാം സ്നേഹസതീർത്ഥ്യൻ്റെ കാൽക്കലൻ കണ്ണീർ പ്രണാമം. ഭഗവാൻ കൃഷ്ണൻ്റെ വിരഹം ആർക്കാ സഹിക്കാൻ പറ്റുന്നു? അല്ലേ? പ്രത്യേകിച്ച് ശ്രീമതി രാധികയ്ക്ക് ഭഗവാനും വൃന്ദാവനം വിട്ട് പിരിയാൻ താല്പര്യമില്ല. പക്ഷേ പിരിയേണ്ട ഒരു അവസ്ഥ വരികയായിരുന്നു. ഭഗവാൻ വൃന്ദാവനം വിട്ട് പോകുന്നില്ല. അത് ഭഗവാന്റെ ലീലയുടെ ഭാഗമായിട്ടാണ് അതൊക്കെ കാണുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. അന്നേരം ആ സുന്ദരമായിട്ടുള്ള രൂപമാണ് ജഗന്നാഥൻ്റെ. അന്നേരം ആ ജഗന്നാഥനെ ശ്രീമതി രാധിക ഇങ്ങനെ പറഞ്ഞ് വൃന്ദാവനത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് ആരൊക്കെയാണോ ആ ശ്രീമതി രാധികയെ സഹായിക്കുന്നത് വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകാൻ, അവർക്കെല്ലാം മോക്ഷം സുനിശ്ചിതമാണ്. അന്നേരം നാളത്തെ ദിവസം പ്രത്യക്ഷത്തിൽ രഥയാത്രയിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും ചിലപ്പോൾ ഇവിടെ നടക്കുന്ന രഥയാത്ര ലൈവായിട്ട് കാണിക്കും. പിന്നെ ജഗന്നാഥ് പുരിയിലും രഥയാത്രയിൽ കാണും. അന്നേരം മനസ്സുകൊണ്ടെങ്കിലും ആ കയറൊന്ന് പിടിക്കാൻ ശ്രമിക്കണം. കൃഷ്ണനെ പിടിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം. ആൾ ഭയങ്കര ഓട്ടത്തിൻ്റെ ആളാണ്. ഒരിടത്ത് അടങ്ങിയൊന്നും ഇരിക്കത്തില്ല. എവിടെ പരിശുദ്ധി ഭക്തി ഉണ്ടോ അവിടെ മാത്രമേ അദ്ദേഹം ഇരിക്കും. നമ്മുടെ കയ്യിലാണെങ്കിൽ പരിശുദ്ധ ഭക്തി ഇല്ല തന്നെ. അതുകൊണ്ട് എന്ത് ചെയ്യണം? കയറ് പിടിച്ച് ഇങ്ങനെ വലിക്കണം. കയറെന്താണ്? ഭക്തി, നമ്മുടെ കൃഷ്ണനോടുള്ള ഒരു സേവനം. അതുകൊണ്ട് കൃഷ്ണനെ ഇങ്ങനെ വലിക്കാൻ നോക്കണം. വലിച്ച് നമ്മുടെ ഹൃദയത്തിലങ്ങ് കെട്ടിയങ്ങ് വെക്കണം. ഉരലിൽ എങ്ങനെയാണ് കെട്ടുന്നത് അതേപോലെ നമ്മുടെ ഹൃദയമാകുന്ന ഉരൽ കൃഷ്ണനെ പിടിച്ചങ്ങ് കെട്ടണം. കെട്ടാൻ അത്ര എളുപ്പമല്ല, അറിയാലോ. അത്രത്തോളം ഭക്തിയോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ, ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമേ, യശോദാമ്മയുടെ ആ ഒരു പാത പിന്തുടർന്നെങ്കിൽ മാത്രമേ നമുക്ക് കൃഷ്ണനെ കെട്ടിപ്പിടിക്കാൻ പറ്റൂ. ഇന്നത്തെ മൂന്നാമത്തെ ശ്ലോകം. യത്രൈലോക്യം മഹീയസ അപി മഹിതം. ഏറ്റവും മഹനീയമായതിൽ വെച്ച് ഏറ്റവും മഹനീയമായതുള്ളൂ. ത്രിലോകങ്ങളിലും വെച്ച് ത്രൈലോക്യം മഹീയസ അപി മഹിതം. ത്രിലോകങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായിട്ട് എന്താണോ കാണപ്പെടുന്നത് അതിൽ നിന്നും ഏറ്റവും ഉത്തമമായിട്ടുള്ളത് സമ്മോഹനം മോഹനാത്. എല്ലാത്തിനെയും മോഹിപ്പിക്കുന്നതിൽ വെച്ച് ഏറ്റവും മോഹിതം, ആരെയും മോഹിപ്പിക്കുന്നതായിട്ടുള്ള, ഈ ലോകത്തെ ത്രിലോകങ്ങൾ വെച്ച് ഏറ്റവും ആരെയും മോഹിപ്പിക്കുന്ന എന്താണോ അതിനും അപ്പുറത്തായിട്ട് മോഹിപ്പിക്കുന്ന കാന്തം കാന്തി നിധാനത അപി. ഏറ്റവും സുന്ദരമായിട്ടുള്ള തേജസ്സുള്ള, അതിസുന്ദരമായിട്ടുള്ള കാന്തി ഉള്ളതിൽ വെച്ച് ഏറ്റവും കാന്തിയുള്ള മധുരം മാധുര്യധുര്യാത് അപി. ഈ ത്രിലോകങ്ങളിൽ വെച്ച് ഏറ്റവും മധുരമായിട്ട് എന്തിനാണോ കരുതുന്നത് അതിനെക്കാട്ടിയും ഏറ്റവും മാധുര്യമുള്ള സൗന്ദര്യം ഉത്തരത അപി സുന്ദരതരം. ഏറ്റവും സുന്ദരമായിട്ട് എന്താണോ ത്രിലോകങ്ങളിലുള്ളത് അതിൽ നിന്നും ഏറ്റവും സുന്ദരമായിട്ടുള്ളത് ത്വത് രൂപം, ഭഗവാന്റെ രൂപം. ആശ്ചര്യത അപി ആശ്ചര്യം. ആരെയും ആശ്ചര്യപ്പിക്കുന്ന വസ്തുവിനെക്കാട്ടിയും ഏറ്റവും ആശ്ചര്യകരമായിട്ടുള്ളത്. ഭുവനെ, ഈ ഒരു ലോകത്തിൽ ന കസ്യ കുതുകം പുഷ്ണാദി. ആരെങ്കിലും ഉണ്ടോ ഈ രൂപത്തെ കണ്ടിട്ട് ആനന്ദിക്കാത്ത? അല്ലേ?
ആശ്ചര്യത അപി ആശ്ചര്യം തദ്രൂപം ഭുവനേകസ്യ കുതുകം ന പൃഷ്ണാതി. ലോകത്തിൽ ആർക്ക് തന്നെ കൗതുകം കൈവളർന്നതില്ല, ആർക്കാണ് കൗതുകം തോന്നാത്തത് ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ? വിഷ്ണോ വിഭോ, ദേവാരാണ്? സർവവ്യാപിയായിട്ടുള്ള ഭഗവാനാണ് എന്നാണ് ഇന്നത്തെ ശ്ലോകം. എന്തു പറയാനല്ലേ? അന്നേരം ത്രിലോകങ്ങളിൽ വെച്ച് മഹനീയമായത് എന്താണോ, ഏറ്റവും വലുതായിട്ട് എന്താണോ കരുതുന്നത്, ഏറ്റവും വലിയ ശ്രേഷ്ഠമായിട്ട് എന്താണോ കാണുന്നത്, അതിനും വലിയ ശ്രേഷ്ഠതയുള്ള സമ്മോഹനം മോഹനാത്, ആരെയും മോഹിപ്പിക്കുന്ന വസ്തു എന്താണോ ഈ ത്രിലോകങ്ങളിലുള്ളത്, അതിനെക്കാട്ടിയും ഏറ്റവും മോഹിപ്പിക്കുന്ന, ആ കാന്തിയിൽ അറിയപ്പെടുന്നത് എന്താണോ അതിൽ നിന്നും ഏറ്റവും വലിയ കാന്തിയുള്ള, മാധുര്യം ഉള്ള വസ്തുക്കളിൽ വെച്ച് ഏറ്റവും മധുരം കൂടിയതും, സൗന്ദര്യം തരതാപി സുന്ദരതരം, സുന്ദരമായിട്ടുള്ള വസ്തുക്കളിൽ വെച്ച് ഏറ്റവും സുന്ദരമായതും, ത്വത് രൂപം ആശ്ചര്യത അപി ആശ്ചര്യം, ആശ്ചര്യമായിട്ട് കണക്കാക്കപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും ആശ്ചര്യജനകമാക്കുന്നതും, ഭുവനെ ഈ ലോകത്തിൽ ഭഗവാനെ ന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണു വിഭോ, അങ്ങനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലേ, സർവവ്യാപിയായിട്ടുള്ള വിഷ്ണു. അന്നേരം പൊതുവെ ലോകത്തിൽ ഏറ്റവും സുന്ദരം ഭഗവാനാണ്. ഭഗവാനപ്പുറം ഈ പ്രപഞ്ചത്തിൽ സുന്ദരമായിട്ടൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ട് നമുക്ക് ഭഗവാനോട് മറ്റു വസ്തു വകകളോട് തോന്നുന്ന ആകർഷണത്തെ പോലെ എന്തുകൊണ്ട് നമുക്ക് ഭഗവാനോട് ആകർഷണം തോന്നുന്നില്ല? കാരണം ഭഗവാനെക്കുറിച്ച് നമ്മൾ കൂടുതൽ കേൾക്കാറില്ല. നമ്മൾ മറ്റു വസ്തുവകകളുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് കൂടുതൽ കേൾക്കുന്നതും കാണുന്നതും. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും കൂടുതൽ ഭഗവാനെക്കുറിച്ച് ശ്രവിക്കേണ്ടതും ഭഗവാന്റെ നാമം ജപിക്കുന്നതും. എത്രത്തോളം നമ്മൾ ഭഗവാനെക്കുറിച്ച് കൂടുതൽ കേൾക്കുന്നുവോ, ചർച്ച ചെയ്യുന്നു, അത്രത്തോളം എന്താവും? നമ്മുടെ ഉള്ളിൽ ഭഗവത് ചിന്തകൾ കൂടുതൽ നിറയും എന്നുള്ളതാണ്. അങ്ങനെ ഭഗവാനെക്കുറിച്ചുള്ള ഓർമ്മകൾ കൂടുതൽ നമ്മുടെ ഹൃദയത്തിൽ പതിയും. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. കാരണം നമുക്കിപ്പോൾ നമ്മൾ വിചാരിക്കുന്നു നമ്മൾ ഭക്തരാണോ എന്ന് വെച്ചാൽ ഭക്തരാണ്. പക്ഷേ പരിശുദ്ധ ഭക്തരാണോ? പരിശുദ്ധ ഭക്തർ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്യാഭിലാഷിതാ ശൂന്യം, വേറൊരു അഭിലാഷമില്ല, ഭഗവാനോടുള്ള ഒരു അഭിലാഷം മാത്രമേ ഉള്ളൂ. അന്നേരം ആ ഒരു പരമോന്നത തലത്തിലേക്ക് നമ്മൾ എന്തുകൊണ്ട് ഉയരുന്നില്ല? കാരണം നമുക്ക് ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ, അറിവ് കുറവാണ്. നമ്മളിപ്പോൾ വിചാരിക്കും നമുക്കിപ്പം ഭഗവാനെക്കുറിച്ച് മാത്രമേ ചിന്ത ഉള്ളൂ. അല്ല, നമുക്കിപ്പോഴും ആഹാരം കഴിക്കാൻ താല്പര്യമുണ്ട്, ഉറങ്ങാൻ താല്പര്യമുണ്ട്, ശ്വാസം എടുക്കാൻ താല്പര്യമുണ്ട്. അന്നേരം നമ്മളിതൊക്കെ പറയുമ്പോൾ എല്ലാവരും ജീവിച്ചിരി കൂടുതലല്ലേ, വട്ടായെന്ന് തോന്നുന്നു. അല്ല, സത്യമാണ്. യഥാർത്ഥം നമ്മൾ ശരീരമല്ല, നമ്മൾ ആത്മാവാണ്. ആത്മാവിന് ശ്വാസത്തിൻ്റെ പോലും ആവശ്യമില്ല. ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? ചിലർക്ക് പറയും ഞാൻ എപ്പോഴും ഭഗവാനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ ശ്വാസം എടുക്കാറുണ്ടോ? ഉണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എന്താണ്? എൻ്റെ അർത്ഥം ഭക്തർ ശ്വാസം എടുക്കത്തില്ല എന്നാണോ? അല്ല, ഞാൻ പറഞ്ഞ ശ്വാസം എടുക്കാനുള്ള ആഗ്രഹമുണ്ടോ? അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോഴും ഭൗതിക ആഗ്രഹം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ചിലവരങ്ങനെയാണ്, പിടിവിട്ട് കൊടുക്കത്തില്ല. അവർ ഞാൻ വലിയ ഭക്തനാണ്, ഞാൻ എപ്പോഴും ഭഗവാനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ആരാണോ ഞാൻ വലിയ ഭക്തരാണെന്ന് വിചാരിക്കുന്നത്, അതിൻ്റെ അർത്ഥം ഭക്തി ഇതുവരെ തുടങ്ങിയിട്ടില്ല. ആർക്കാണോ മനസ്സിലാവുന്നത് ഭക്തി എനിക്ക് തുടങ്ങിയിട്ടില്ല, അതിൻ്റെ അർത്ഥം ഭക്തി തുടങ്ങി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ഭക്തർ എപ്പോഴും സ്വയം വിചാരിക്കുന്നത് നമ്മുടെ ഭക്തി ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഏറ്റവും വിനയത്വം നമുക്ക് എപ്പോഴും വേണം. ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരിക്കണം നമ്മുടെ ഹൃദയത്തിൽ. നമ്മളെപ്പോഴും നമ്മളെ പുച്ഛിച്ച് തള്ളണം. നമ്മൾ എന്തൊരു ഭക്തരാണ്, ഗോപികമാരുടെ ഭക്തി എന്തുവാണ്? ആ ഭക്തിയുടെ മുമ്പിൽ നമ്മൾ എന്തുവാണ്? ഒന്നുമില്ല. നമുക്കെല്ലാവർക്കും അറിയാം ഗോപികമാരുടെ ഭക്തി എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ നാരദ മഹർഷിയടുത്ത് ഭഗവാൻ പറഞ്ഞു. നാരദ മഹർഷി ചോദിച്ചു, ഭഗവാനെ അങ്ങയുടെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഭക്തർ ആരാണെന്ന് ചോദിച്ചപ്പോൾ നാരദ മഹർഷിയോട് പറഞ്ഞു, ഭഗവാൻ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഒരു ദിവസം പറഞ്ഞു. എന്നിട്ട് ഒരു ദിവസം നാരദ മഹർഷി വന്നപ്പോൾ പറഞ്ഞു, നാരദ മഹർഷി എനിക്ക് വലിയ തലവേദന കേട്ടോ, ഭയങ്കര തലവേദന. ഈ തലവേദനയ്ക്ക് എന്തെങ്കിലും ഒരു മരുന്ന്. ആ വൈദ്യരെ എല്ലാവരെയും കൊണ്ടുവന്നു, അവരെല്ലാം മരുന്നുകളും അതൊക്കെ വെച്ച് കൊടുത്തു. എന്നിട്ടും എന്താണ് ശ്വാസം ഇല്ലെങ്കിൽ നമ്മളില്ലല്ലോ, ശ്വാസം ഇല്ലെങ്കിൽ നമ്മളില്ലേ, എന്തോന്നിത്. നമ്മൾ ശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ ഈ ശരീരത്തിലില്ല, അത്രയേ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ശ്വാസം എടുത്തുകൊണ്ടാണ് നമ്മളിരിക്കുന്നത്. നമുക്ക് ശ്വാസത്തിൻ്റെ പോലും ആവശ്യമില്ല. ശ്വാസം നമുക്ക് ഈ ശരീരത്തിലിരിക്കുമ്പോൾ മാത്രമാണ്. അവസാന ശ്വാസം വിടുമ്പോൾ
തീർന്നു. കാറ്റ് പോയി എന്നൊക്കെ പറയത്തില്ലേ, നമ്മുടെ കാറ്റും പോകരുത്. അന്നേരത്തേക്ക് ശ്വാസത്തിൻ്റെ ആവശ്യം നമുക്കില്ല. എത്രത്തോളം കാലം നമ്മൾ വിചാരിക്കുന്നോ നമുക്ക് ശ്വാസം എടുത്തേ പറ്റൂ, നമുക്ക് അതും ഒരു ഭൗതിക ആഗ്രഹമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ചിന്തിച്ചിട്ട് പറയൂ. ചിന്തിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംശയമൊക്കെ വരുന്നത്. അന്നേരം നാരദ മഹർഷിയുടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, വൈദ്യരെ എല്ലാവരും കൊണ്ടുവന്നു, പല രീതിയിലുള്ള മരുന്നുകളൊക്കെ വെച്ചു കൊടുത്തു, ഭഗവാന് ഒരു മാറ്റമില്ല. ഭഗവാൻ പറഞ്ഞു, ആരെങ്കിലും എൻ്റെ നല്ല ഭക്തരുടെ, പരിശുദ്ധ ഭക്തരുടെ തൃപ്പാദത്തിൻ്റെ കുറച്ച് മൺപൊടി കൊണ്ടുവരണം, അതെൻ്റെ തലയിൽ പുരട്ടി കഴിഞ്ഞാൽ ഉടൻ തന്നെ എൻ്റെ തലവേദന മാറുന്നു. അങ്ങനെ ഉടനെ നാരദ മഹർഷി അന്വേഷിച്ചു, ഇനിയിപ്പം ഭക്തരെ എവിടെ പോയി അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, അങ്ങയുടെ തന്നെ തൃപ്പാദത്തിൽ മണ്ണ് തന്നാൽ മതി. നാരദ മഹർഷി വേണ്ട, അത് മാത്രം പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. അതൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഉടനെ എനിക്ക് വേറെ പെട്ടെന്ന് ഏതെങ്കിലും ഭക്തരുടെ ഇതുകൊണ്ട് ഒരു ഭാര്യമാരോട് പറഞ്ഞു നോക്കി, യദുകുലത്തിലുള്ള എല്ലാവരോടും പറഞ്ഞു നോക്കി, ആരും തയ്യാറാവുന്നില്ല. അവസാനം ഭഗവാൻ പറഞ്ഞു, നേരെ വൃന്ദാവനത്തിൽ പോയാൽ മതി, വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ഗോപികമാരോട് ചോദിച്ചാൽ മതി എന്ന് ഭഗവാൻ പറഞ്ഞു. അങ്ങനെ ഗോപികമാരുടെ അടുത്ത് നാരദ മഹർഷി എത്തിയിട്ട് പറഞ്ഞു, ഭഗവാൻ പറഞ്ഞിട്ട് വിട്ടതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉടൻ തന്നെ ഗോപികമാർക്ക് വലിയ സന്തോഷമായി. ഭഗവാൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, തലവേദനയാണ്. തലവേദന എന്ത് പറ്റി കൃഷ്ണന് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമത്തിൽ ഇരിക്കുകയാണ്. അന്നേരം നാരദ മഹർഷി പറഞ്ഞു, ഇങ്ങനെ തലവേദനയാണ്, അതിന് ഒരു വഴിയേ ഉള്ളൂ, ഭഗവാന്റെ ഭക്തരുടെ പാദധൂലി വേണം, നമ്മുടെ മതിയോ എന്ന് ചോദിച്ചിട്ട് ഗോപികമാരെല്ലാവരും അവരവരുടെ കാലിൻ്റെ തൃപ്പാദങ്ങൾ പതിഞ്ഞ മണ്ണുകൾ ശേഖരിച്ചു. അത് വലിയൊരു ടൺ കണക്കിന് മണ്ണുണ്ടായിരുന്നു. അത്രയും ഇതും കൂടെ എല്ലാം നിറച്ചിട്ട് നാരദ മഹർഷിയുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് പറയുകയാണ്, എന്നാൽ ഇത് കൊണ്ടുപോയിക്കോളൂ, എത്ര വേണമെങ്കിലും ചെയ്തോളൂ. നേരത്തേക്ക് ഉടനെ നാരദ മഹർഷി പറഞ്ഞു, നിങ്ങളുടെ പാദത്തിൻ്റെ മണ്ണ് ഭഗവാന്റെ ശിരസിൽ പതിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ നരകത്തിൽ പോകേണ്ടി വരും. ഭഗവാന്റെ ശിരസിൽ നമ്മുടെ മണ്ണ് പതിയാൻ പാടില്ലല്ലോ. അന്നേരം ഗോപികമാർ പറഞ്ഞു, ഒരു നേരത്തെ തലവേദന കൃഷ്ണൻ്റെ മാറ്റാൻ വേണ്ടി ജീവിതകാലം മുഴുവൻ നരകത്തിൽ കിടക്കാനും നമ്മൾ തയ്യാറാണ്. നോക്കണേ, ഭഗവാൻ കൃഷ്ണൻ്റെ തലവേദന, ഒരു നേരത്തെ തലവേദന മാറിയാൽ അതിനു വേണ്ടി ജീവിതകാലം മുഴുവൻ നരകത്തിൽ കിടക്കാനും നമ്മൾ തയ്യാറാണെന്നാണ് ഗോപികമാർ പറയുന്നത്. അന്നേരം നാരദ മഹർഷി പറഞ്ഞു, ഇതിനപ്പുറം ഒന്നുമില്ല. ഭഗവാൻ അവരെ കാണുന്ന പോലും ഇല്ല. ഭഗവാൻ ദ്വാരകയിൽ ഇരിക്കുകയാണ്, ഗോപികമാരെല്ലാം കൃഷ്ണനോടുള്ള വിരഹത്തിലിരിക്കുകയാണ്. എന്നിട്ടും ആ ഒരു ഭഗവാന്റെ തലവേദന, ഒരു നേരത്തെ തലവേദന മാറ്റാൻ വേണ്ടി ഗോപികമാർ ജീവിതകാലം മുഴുവൻ നരകത്തിൽ കിടക്കാനും തയ്യാറാണ്. അതുകൊണ്ടാണ് ഇനി മുന്നോട്ട് നമ്മൾ പഠിക്കും. ഉദ്ധവ് ദൂതുമായിട്ട് പോകുമ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഉദ്ധവർ പറയും, ഏവം ഭക്തി സകല ഭുവനേ നീക്ഷിതാവാൻ അശ്രുതാവാൻ. ഇത്രയും ഭക്തി, ഗോപികമാരുടെ ഭക്തി ത്രിഭുവനങ്ങളിൽ എങ്ങും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഇവരുടെ മുമ്പിൽ ഇവരുടെ പാദധൂലി എടുത്ത് എൻ്റെ ശിരസിലിടാം. ആ ഒരു പാദധൂലിയുടെ സ്പർശനത്താലെങ്കിലും അവരുടെ ഭക്തിയുടെ ഒരു അംശമെങ്കിലും എനിക്ക് ലഭിക്കട്ടെ എന്നാണ് ഉദ്ധവർ പറയുന്നത്. അന്നേരം ഗോപികമാരെന്താണ്, എപ്പോഴും ഭഗവാനെക്കുറിച്ച് കേട്ടുകൊണ്ടേയിരിക്കും. തമ്മിൽ ചർച്ച ചെയ്യുമ്പോഴും പല പല ജോലികൾ ചെയ്യുമ്പോഴും അവരെപ്പോഴും കൃഷ്ണനെക്കുറിച്ചാണ് തമ്മിൽ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർക്ക് എപ്പോഴും എന്താണ്, ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ. അതായത് ഇതൊക്കെ നമ്മൾ കഥയായിട്ട് കേൾക്കാതെ ജീവിതത്തിൽ ആചരിക്കാൻ പഠിക്കണം, അല്ലേ? പല ആൾക്കാരും കഥയായിട്ടൊക്കെ നമ്മളിത് കേൾക്കാറുണ്ട്. കേട്ടിട്ട് നല്ല രസം കേട്ടോ കഥ, കേട്ടിട്ട് എന്താ ഫലം? പറയുന്ന ആൾ ആചരിക്കുന്നില്ല, കേൾക്കുന്നവർ ആചരിച്ചില്ല, പിന്നെ എന്താണ് പ്രയോജനം? കഥ കേട്ടിട്ട് എന്താണ്? ജീവിതം കഥയല്ല, ഇത് ജീവിതമാണ്. കഥ കേട്ട് ആസ്വദിക്കാൻ ഉള്ളതല്ല, ഇത് എൻ്റർടൈൻമെൻ്റ് അല്ലല്ലോ. ഇത് എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ടിരിക്കുന്നു, എന്നിട്ടും പഠിക്കാത്തത് എന്ത്? നമ്മൾ എപ്പോഴും നമ്മളുടെ ജീവിതം ഒരു കോമാളിയെ പോലെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും. കഥകൾ കേൾക്കുന്നു, കൊള്ളാം കേട്ടോ, നല്ല കഥ, എന്താണ് ഒരു ഭക്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നമുക്കും പ്രയോജനമില്ല, കേൾക്കുന്നവർക്കും പ്രയോജനമില്ല. നമ്മൾ ആചരിക്കുന്നു വെച്ചാൽ അതുമില്ല, കേൾക്കുന്നവർ ആചരിക്കുന്നു വെച്ചാൽ അതുമില്ല. അതല്ലല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഇതെത്രയോ പ്രാവശ്യം നമ്മൾ കേട്ടാൽ എന്തുകൊണ്ട് നമ്മൾ ശ്രമിക്കുന്നില്ല? ഗോപികമാർ നമുക്കൊരു മാർഗം കാണിച്ചു നൽകുമല്ലേ?
ആരും ആ ഗോപികമാരുടെ പാത പിന്തുടരുന്നില്ല. അവർക്കാർക്കും തിരിച്ചു ഭഗവാന്റെ അടുത്ത് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ വളരെ സീരിയസ്ലി ആലോചിക്കുകയാണ്, എങ്ങനെയെങ്കിലുമൊക്കെ ഭഗവാന്റെ അടുത്ത് പോകണം. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് കഥ കേട്ടിരിക്കാനല്ല എൻ്റെ താല്പര്യം, അത് ആ ഒരു പാത പിന്തുടരാൻ വേണ്ടിയാണ്. ഞാൻ എന്തായാലും ഉറപ്പിച്ചു, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കും പോരാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. എനിക്കെന്തായാലും ഇവിടെ വീണ്ടും വരാൻ താല്പര്യമില്ല. ശ്രീല പ്രഭുപാദി പറഞ്ഞു, ദിസ് വേൾഡ് ഈസ് നോട്ട് ഫോർ ജെന്റിൽമെൻ. സജ്ജനങ്ങൾക്ക് വേണ്ടിയുള്ള ലോകമല്ല ഇത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുക. അതുകൊണ്ട് ഗോപികമാരുടെ ആ ഒരു പാത പിന്തുടരുന്നത് എന്താണ്? ഹൃദയം എപ്പോഴും ഭഗവത് ചിന്തകളിലായിരിക്കണം. അല്ലാതെ കഥകൾ കേട്ട് മറക്കാൻ വേണ്ടിയുള്ളതല്ല. ഒരു കഥ കഴിഞ്ഞാൽ പുതിയ കഥ, അടുത്ത കഥ കഴിഞ്ഞാൽ പുതിയ കഥ. സ്റ്റോക്ക് തീരുമ്പോൾ പിന്നെ എന്താണ്? അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ വേറെ കഥകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ട് സീരിയസ് ആയിട്ടിരിക്കുക, കൂടുതൽ ജപിക്കുക, കൂടുതൽ കേൾക്കുക, എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്കാൻ നോക്കുക. ഗോപികമാരെങ്ങനെയാണോ വെയിറ്റ് ചെയ്യുന്നത് അതേപോലെ വെയിറ്റ് ചെയ്യുക, ഓടക്കുഴൽ നാദം കേൾക്കാൻ വേണ്ടി. ഓടക്കുഴൽ നാദം വന്നു കഴിഞ്ഞാൽ ഒറ്റ വിടലായിരിക്കണം, ഓടിക്കണം ഇവിടുന്ന്. എന്താണ് ഓടക്കുഴൽ? നമ്മുടെ അവസാന ശ്വാസത്തിനുള്ള ആ സമയം. എപ്പോഴാണോ ഭഗവാന്റെ ആ ഓടക്കുഴൽ നാദം നമ്മുടെ ചെവിയിൽ വന്ന ഉടനെ മനസ്സിലാക്കിയിരിക്കണം കൃഷ്ണൻ വിളിക്കുകയാണ്. പിന്നെ എല്ലാം വിട്ടോണം. ഇപ്പോഴേ അതിനുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ നാമജപവും ഭഗവത്ഗീത ഭാഗവത വായനയ്ക്ക്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ബാക്കി ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ശ്വാസം പോലും ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ എന്താണ്? സോ ഡോണ്ട് ടേക്ക് ദിസ് വേൾഡ് സോ സീരിയസ്ലി. ഉത്തരവാദിത്തങ്ങളൊക്കെ നോക്കിയോളൂ, പേരിന് വേണ്ടി എല്ലാം ചെയ്യുക. പക്ഷേ ഹൃദയം എപ്പോഴും ഭഗവത് ചിന്തകളാണ്. ഗോപികമാരെ കണ്ടില്ലേ? ഗോപികമാരെല്ലാ കാര്യങ്ങളും ചെയ്യും. വീട്ടിലെ ജോലികളും അതും ഇതും എല്ലാം കറക്റ്റായിട്ട് ചെയ്യും. പക്ഷെ ഓടക്കുള്ള നാളെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം പുല്ലേ എന്ന് പറഞ്ഞിട്ട് എല്ലാം പുല്ലുപോലെ കയ്യിലിരിക്കുന്ന കുട്ടിയെ എടുത്ത് കളഞ്ഞിട്ടാണ് പോകുന്നത്. കുട്ടികളെയും ഭർത്താവിനെയും എല്ലാവരെയും കളഞ്ഞിട്ട് ഒറ്റ ഓട്ടമാണ്. രാത്രിയാണെന്ന് ചിന്തിക്കുന്നില്ല, ഡ്രസ്സ് ഞാൻ ഇട്ടോ എന്ന് ചിന്തിക്കുന്നില്ല, കൺമഷി എഴുതിയോ എന്ന് ചിന്തിക്കുന്നില്ല, മേക്കപ്പ് ഇട്ടോ ഇല്ലയോ ഒന്നുമില്ല. എങ്ങനെ കമോൺ പാക്കപ്പ് എന്ന് പറഞ്ഞ് ഒറ്റ ഓട്ടമാണെന്നുള്ളതാണ്. ഓടി കിതച്ച് അവിടെ എത്തുമ്പോഴാണ് കൃഷ്ണൻ ചോദിക്കുന്നത്, എന്താണ് എല്ലാവരും ഭഗവാൻ കൃഷ്ണൻ ഇത്രയും ഒറ്റ ഓട്ടത്തിന് എന്താ പറയുന്നത്, സ്പ്രിൻറ്റിന് ഓടുന്ന എല്ലാ ഗോപികന്മാരെയും രാത്രിയിൽ ഓടുകയാണ്. രാത്രി ഓടുന്ന സമയത്ത് വെളിച്ചമില്ല, ഒന്നുമില്ല. ആ ലക്ഷ്യത്തെ ഫോക്കസ് ചെയ്ത് ഒറ്റ ഓട്ടമാണ്. അങ്ങനെ ഗോപികന്മാരെല്ലാം കൃഷ്ണൻ്റെ അടുത്ത് എത്തി ഒരുവിധം നിൽക്കുമ്പോഴാണ് കൃഷ്ണൻ്റെ അടുത്ത ചോദ്യം, എന്താ രാത്രിയിൽ എല്ലാവരും ഇങ്ങനെ വന്നിരിക്കുന്നത്? പ്രകൃതി സൗന്ദര്യം നോക്കാൻ വേണ്ടി വന്നതായിരിക്കും അല്ലേ? എന്താ പറയണ്ട, ചെള്ളയ്ക്ക് ഒരു കുത്തു കൊടുക്കാൻ തോന്നത്തില്ലേ? കാരണം ഇദ്ദേഹം വിളിച്ചുകൊണ്ടാണ് ഇവരെല്ലാവരും ഓടി വന്നത്. എന്നിട്ട് വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ഫിലോസഫി എന്താണ് പറയുന്നത്? എന്താണ് രാത്രി വന്നത് അല്ലേ? പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ് അല്ലേ? എന്നിട്ട് ഭഗവാൻ പിന്നെയും തത്വങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തായാലും നിങ്ങൾ രാത്രി വന്നത് ശരിയായില്ല, വളരെ മോശമാണ്. അല്ലെങ്കിലും എന്നെക്കുറിച്ച് എല്ലാവരും മോശമാണ് പറയുന്നത് അല്ലേ? കൃഷ്ണൻ പറയുകയാണ്. വെറുതെ എന്തിനാണ് അപവാദം കൂട്ടാൻ വേണ്ടി നോക്കുന്നത് അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ ഇങ്ങനെ തത്വങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതെല്ലാം ഗോപികമാർ കേട്ട പാതി കേൾക്കാത്ത പാതി ഇങ്ങനെ മാനത്തൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നക്ഷത്രങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? എന്നിട്ട് വീണ്ടും വീണ്ടും ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ധർമ്മമുണ്ട്, കുടുംബമുണ്ട്, അതൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞു. നേരത്തെ പറഞ്ഞു, ഭഗവാനെ ചതിക്കരുത്. കണ്ണീരിങ്ങനെ ഒഴുകുകയാണ് ഗോപികമാരുടെ കണ്ണിൽ. എന്തിനാണ് അങ്ങിങ്ങനെ പറ്റിക്കുന്നത് നമ്മളെ അല്ലേ? എത്രയോ ജന്മങ്ങൾ നമ്മളിങ്ങനെ കൊതിക്കുകയാണ് അങ്ങയുടെ കൂട്ടത്തിലിരിക്കാൻ. ഇനി എന്തിനാണ് നമ്മളിങ്ങനെ മാറ്റി നിർത്തുന്നത് കൃഷ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അന്നേരമാണ് ഭഗവാനുമായിട്ടുള്ള ആ ഒരു രാസലീല തുടങ്ങുന്നത്. അന്നേരം അതേപോലെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടേതായിട്ടുള്ള ലീലകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊന്നും ലീലകളല്ല, നമ്മുടെ ഓരോ കർമ്മത്തിൻ്റെ കളികൾ. അന്നേരം നമ്മളെ തേടി മരണം വരുമ്പോൾ
എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എല്ലാം ഉപേക്ഷിക്കുക. ആ ഒരു സുവർണ നിമിഷത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. നമ്മൾ സ്വയം മരിച്ചുകൊണ്ടൊന്നും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, അല്ലേ? ഭഗവാൻ വിളിച്ചാലേ നമുക്ക് പോകാൻ പറ്റൂ. അന്നേരം ഭഗവാന്റെ വിളിക്കായിട്ട് കാത്തിരിക്കുക. എങ്ങനെയാണോ രുക്മിണി ദേവി കാത്തിരുന്നത്? കറക്റ്റായിട്ട് ഭഗവാൻ രഥം കൊണ്ടുവന്നു രുക്മിണി ദേവിയെ കൊണ്ടുപോകാൻ. അതേപോലെ നമുക്കും വരും രഥം. പക്ഷെ അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കണം. എങ്ങനെ? ജപത്തിലൂടെയും ഭഗവാന്റെ ഗീതാഭാഗവത വായനയിലൂടെയും ശ്രവണത്തിലൂടെയും കൂടുതൽ കൂടുതൽ കൃഷ്ണനെക്കുറിച്ച് കേട്ട് ഇങ്ങനെ ഇരിക്കണം. എത്രത്തോളം ശ്രവിക്കുന്നുവോ, എത്രത്തോളം സ്മരിക്കുന്നുവോ, അത്രത്തോളം നമ്മൾ കൂടുതൽ കൂടുതൽ തയ്യാറായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം വരും കൃഷ്ണൻ നമ്മളെ തേടി, അല്ലേ? അങ്ങനെ നമ്മളിരിക്കുന്ന സമയത്ത് കൃഷ്ണൻ വരും. കൃഷ്ണൻ വന്നിട്ട് പറയും, കണ്ണടയ്ക്കാൻ പറയും. നമ്മൾ കണ്ണടയ്ക്കുന്നു, ഉടനെ നമ്മൾ മരിക്കുന്നു. കണ്ണ് തുറക്കുമ്പോൾ നേരെ നമ്മൾ ഗോലോക വൃന്ദാവനത്തിലായിരിക്കും. അത്രയേ ഉള്ളൂ. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം മരണമെന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ആ ഒരു സുവർണ നിമിഷത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പായിരിക്കണം നമ്മുടെ ജീവിതം. ആ ഒരു ഭക്തിയുടെ പരമോന്നത തലത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നുമില്ല, നാമം ജപിക്കുക. അത്രയേ ഉള്ളൂ. കൂടുതൽ കൂടുതൽ നാമം ജപിക്കുക, കൂടുതൽ കൂടുതൽ ഭഗവാനെക്കുറിച്ച് കേൾക്കുക. അതാണ് നമുക്ക് ഇന്നത്തെ ഈ ശ്ലോകത്തിൽ നിന്ന് പറയാൻ പറ്റുന്നത്. ഇന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞു കേട്ടില്ലേ, ത്രിലോകങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായിട്ടുള്ളത് ഭഗവാനാണ്. മഹത്തായിട്ടുള്ള എല്ലാ വസ്തുക്കളിൽ വെച്ചും ഏറ്റവും മഹത്തായത് ഭഗവാനാണ്. മോഹിപ്പിക്കുന്ന വസ്തുക്കളിൽ വെച്ച് ഏറ്റവും മോഹിപ്പിക്കുന്ന ഭഗവാനാണ്. കാന്തിയുടെ കാര്യത്തിലും ഏറ്റവും പരമോന്നത തലത്തിലാണ്. മധുരമുള്ള എല്ലാ വസ്തുക്കളിൽ നിന്നും ഏറ്റവും മാധുര്യം നിറഞ്ഞത് ഭഗവാനാണ്. സുന്ദരമായിട്ടുള്ള വസ്തുക്കളിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ളത് ഭഗവാന്റെ രൂപമാണ്. ആശ്ചര്യപ്പെടുത്തുന്ന വസ്തുക്കളിൽ നിന്ന് ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്നത് ഭഗവാന്റെ രൂപമാണ്. ആരാണ് അത്ഭുതപ്പെടാത്തത് ഭഗവാന്റെ ഈ ഒരു രൂപം കണ്ടിട്ട് എന്നാണ് ഭഗവാനെ കുറിച്ച് നാരായണ ഭട്ടതിരിപ്പാട് പറയുന്നത്. കണ്ടില്ലേ എന്താണ് ആ ഒരു ഭാഷ നാരായണ ഭട്ടതിരിപ്പാടിന്? അന്നേരം ഭഗവാനെക്കുറിച്ച് സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭഗവാന്റെ ചിന്തകളിൽ മുഴുകി ഭഗവാനെക്കുറിച്ച് നാമവും ജപിച്ച് ഭഗവാനെക്കുറിച്ചും കേട്ടുമിരിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഭഗവാൻ നമ്മളെ കൊണ്ടുപോകത്തില്ല? ഭഗവാൻ പറയുന്നു, എപ്പോഴും എന്നെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തരെക്കുറിച്ച് ഞാനെപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെന്താണ് പറയേണ്ടത്, അല്ലേ? അന്നേരം എങ്ങനെയാണോ വൃന്ദാവനത്തിലെ ഗോപികമാർ ആ ഓടക്കുഴൽ നാദത്തിന് വേണ്ടി കൊതിച്ചത്, അതേപോലെ നമ്മളും ഭഗവാന്റെ ആ ഒരു വിളിക്കായിട്ട് കാത്തിരിക്കുക. ഇപ്പം നമ്മുടെ കുമാരേട്ടൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. കമൻറ്റിൽ അദ്ദേഹം ഇട്ടു ഹരേ കൃഷ്ണ, അല്ലേ? എപ്പോഴും അതേ പറയുന്നു, കൃഷ്ണ ഗുരുവായൂരപ്പ. എന്താ ഒരു സന്തോഷം, അല്ലേ? ഉണ്ണിക്കണ്ണനെ കാണാൻ എന്താണ് ഒരു ആനന്ദം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഗുരുവായൂരപ്പൻ മുന്നിൽ നിൽക്കുന്ന പോലെ തോന്നും, അല്ലേ? അതേപോലെ കുമാരേട്ടൻ്റെ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു രൂപാലങ്കാര വർണ്ണനയും ഭഗവാന്റെ ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുക, നാമവും ജപിച്ചിങ്ങനെ ഇരിക്കുക. ഒരു ദിവസം കൃഷ്ണൻ നമ്മളെ വിളിക്കും. ആ ഒരു നിമിഷത്തിന് വേണ്ടി നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. എത്ര ജന്മങ്ങൾ കാത്തിരിക്കാനും നമ്മൾ തയ്യാറാകണം. കാരണം കാത്തിരിക്കും തോറും ആ കണ്ടുമുട്ടലിൻ്റെ ആ ഒരു മാധുര്യം കൂടും എന്നുള്ളതാണ്, അല്ലേ? വിഷമിക്കേണ്ട ആവശ്യമില്ല. എത്ര ജന്മങ്ങൾ നമ്മൾ കാത്തിരുന്നാലും എപ്പോഴാണോ ഹരീഷ ഒരു പാട്ടും കൂടെ പാടുമോ? ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് ആലോചിച്ചു. തീർന്നു, ഇപ്പോൾ 2 മിനിറ്റും കൂടെ ഉള്ളൂ. അന്നേരത്തേക്ക് നമ്മുടെ ഇപ്പോൾ ഇന്നും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ, താങ്ക് യു മോൻ, കഴിച്ചോ? പ്രസാദം കഴിച്ചോ? അന്നേരം കുമാരേട്ടൻ പറയുന്ന പോലെ നല്ല സന്തോഷമാണ്, നല്ല സന്തോഷത്തിലാണ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ സന്തോഷം ഇതിലൊക്കെ ആയിരിക്കണം. സന്തോഷിക്കാൻ പല വകകളും ലോകത്തിലുള്ള എല്ലാവർക്കും ഉണ്ടെങ്കിലും നമ്മുടെ സന്ദേശം എന്തായിരിക്കണം? ആ ഗുരുവായൂരപ്പനെ ഉച്ചപൂജയ്ക്ക് കാണുന്നതും ഗുരുവായൂരപ്പൻ്റെ കുറച്ച് കളഭം കിട്ടുമ്പോഴും ആ പട്ടുകോണത്തെ ഒന്ന് തൊട്ട് വണങ്ങുന്നതുമ്പോഴും ഗുരുവായൂരപ്പൻ്റെ ഭക്തരെ കാണുമ്പോഴും നമുക്ക് ലഭിക്കുന്ന ആനന്ദം, അതിൽ പരം എന്താണ് ഈ ആനന്ദം ഉള്ളത് ഈ പ്രപഞ്ചത്തിൽ? അതിൽ പരം എന്തെങ്കിലും ഉണ്ടോ ഈ പ്രപഞ്ചത്തിൽ ആനന്ദം നൽകാൻ? ഒന്നുമില്ല.
അതുകൊണ്ടാണ് നാരായണ ഭട്ടതിരിപ്പാട് സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശ വിധിഭ്യ നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. ഈ എല്ലാ ശ്രുതി ശ്ലോകങ്ങളിലും പറയുന്നത് ഈ ഒരു ആനന്ദത്തെക്കുറിച്ചാണ്. ഹന്തഭാഗ്യം ജനനം, ഇതാണ് യഥാർത്ഥ നമ്മുടെ ഭാഗ്യം. ആ ഭാഗ്യത്തെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമുക്ക് വേണ്ടത്? വേറൊന്നും വേണ്ട. അതുകൊണ്ട് നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാനെക്കുറിച്ച് കേൾക്കുക, ഭഗവാനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുക, ഭഗവത് ചിന്തകളിൽ നമ്മുടെ മനസ്സിങ്ങനെ മുക്കുക. അന്നേരം അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ വേറൊരു സന്തോഷത്തിൻ്റെ ആവശ്യം നമുക്ക് വേണ്ട. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതാണ് ഇവിടെ നാരായണ ഭട്ടതിരിപ്പാടും പറയുന്നത്. എന്താണ് ആ സുന്ദരമായിട്ടുള്ള ഭഗവാന്റെ രൂപം? ആരെയും മോഹിപ്പിക്കുന്ന രൂപം. ഈ ലോകത്തിൽ ത്രിലോകങ്ങളിൽ വെച്ച് ഏറ്റവും ആരെയും മോഹിപ്പിക്കുന്ന വസ്തു ഏതാണോ ആ വസ്തുവിനെ കാട്ടി മോഹിപ്പിക്കുന്നതാണ് ഭഗവാന്റെ രൂപം. ത്രിലോകങ്ങളിൽ വെച്ച് ഏറ്റവും മഹനീയമായിട്ട് കരുതുന്ന എന്താണോ അതിനെക്കാട്ടി മഹനീയമാണ് ഭഗവാന്റെ രൂപം. ഏറ്റവും കാന്തിയുള്ളത് എന്താണോ ഈ പ്രപഞ്ചത്തിൽ ത്രിലോകങ്ങളിലും അതീനം കാന്തിയുള്ളതാണ് ഭഗവാന്റെ രൂപം. ഈ ലോകത്തിൽ ഏറ്റവും മാധുര്യം കൂടിയത് എന്താണോ അതിനെക്കാട്ടിയും ഏറ്റവും മാധുര്യം കൂടും ഭഗവാന്റെ രൂപം. അങ്ങനെ ഈ ലോകത്തിൽ ഏറ്റവും ആശ്ചര്യകരമായിട്ട് എന്താണോ അതീനം വലിയ ആശ്ചര്യകരമാണ് ഭഗവാന്റെ രൂപം. എന്താണ് പറയുന്നത്? ആർക്കാണ് അത്ഭുതം തോന്നാത്തത് ഭഗവാന്റെ ഈ ഒരു സുന്ദരമായിട്ടുള്ള രൂപം കണ്ടിട്ട് എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. റെഡി? പടിയോ അത് റെഡി? എൻ്റെ സുഹൃത്ത് നിങ്ങൾക്കായിട്ട് ഒരു കീർത്തനം കൂടെ പാടി ഇന്നത്തെ സത്സംഗം അവസാനിപ്പിക്കാം. ഇനി നാളെ നമുക്ക് നാരായണീയത്തിൻ്റെ 4ാമത്തെ ശ്ലോകം ചർച്ച ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. राधा कृष्ण प्राण मोरा जुगला किशोरा, राधा कृष्ण प्राण मोरा जुगला किशोरा, जीवने मरणे गति हरो नाही मोरा, राधा कृष्ण प्राण मोरा जुगला किशोरा, जीवने मरणे गति हरो नाही मोरा, राधा कृष्ण प्राण मोरा जुगला किशोरा, कालिंदीर कूले केळी कदंबेरवाना, कालिंदीर कूले केळी कदंबेरवाना, रतना बेतीरा उपारा बोसबोदू जाना, रतना बेतीरा उपा बोसबोदू जाना, राधा कृष्ण प्राण मोरा जुगला किशोरा, श्याम गौरी अंगे दीपो चंदनेर गंधा, श्याम गौरी अंगे दीपो चंदनेर गंधा, चमरा दुलाबो कबे हेरी मुख चंद्र,
चमरा दुलाबो कबे हिरिमुख चंद्र राधा कृष्ण प्राण मोरा जुगला किशोरा गतिया मला तिर्मला दिबो दोहारा गाले गतिया मला तिर्मला दिबो दोहारा गाले अधरे तुलिया दिबो कर्पूर तांबूले अधरे तुलिया दिबो कर्पूर तांबूले राधा कृष्ण प्राण मोरा जुगला किशोरा ललिता विशाखाती जत सखी वृंदा ललिता विशाखाती जत सखी वृंदा अन्याय कोरिबो सेवा चरणरविंदा अन्याय कोरिबो सेवा चरणरविंदा राधा कृष्ण प्राण मोरा जुगला किशोरा श्री कृष्ण चैतन्य प्रभु दासेरनु दासा श्री कृष्ण चैतन्य प्रभु दासेरनु दासा सेवाभिलाषा कोरे नरोत्तम दासा सेवाभिलाषा कोरे नरोत्तम दासा राधा कृष्ण प्राण मोरा जुगला किशोरा राधा कृष्ण प्राण मोरा जुगला किशोरा हरे कृष्ण പ്രഭു എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ശ്ലോകം ഇന്ന് നാരായണീയത്തിൻ്റെ തീർന്നിരിക്കുകയാണ്. ഇത് നമ്മൾ ജഗന്നാഥിൻ്റെ കഥയൊക്കെ ചർച്ച ചെയ്തു. ഇനി നാളെ നമുക്ക് അടുത്ത ശ്ലോകം ചർച്ച ചെയ്യാം. ഇന്ന് വൈകുന്നേരത്ത് നമ്മൾ ഭഗവത്ഗീത സന്ദേശത്തിൽ 6 മണിക്ക് കാണാം. നാളെ രഥയാത്ര നോക്കാം, ലൈവ് ചെയ്യാനായിട്ട് ഭഗവാൻ അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. പിന്നെ യൂട്യൂബിൽ എന്തായാലും ലൈവ് കാണും, പലയിടത്തെയും രഥയാത്ര കാണും, തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. പിന്നെ ജഗന്നാഥ് പുരിയിലെ രഥയാത്ര ലൈവായിട്ട് എന്തായാലും കാണിക്കും. അതുകൊണ്ട് മനസ്സുകൊണ്ടെങ്കിലും ഭഗവാന്റെ രഥത്തിൻ്റെ ആ ഒരു കയറിനെ സ്പർശിക്കാൻ നോക്കണം. തീർച്ചയായിട്ടും ഒരുപാട് സൗഭാഗ്യം ലഭിക്കും. പിന്നെ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പല പല വിഭവങ്ങളൊക്കെ കുക്ക് ചെയ്യാം. ജഗന്നാഥ് ഭക്ഷണപ്രിയനാണ്. 2 കാരണത്താൽ ഭഗവാന് ഭക്ഷണം ഇഷ്ടമാണ്. കാരണം ഒന്നെന്ന് പറഞ്ഞാൽ രാധിക എപ്പോഴും കൃഷ്ണന് വേണ്ടി പല പല ഭക്ഷണം ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കും. രാധിക ഒരേ സമയത്ത് 50 അടുപ്പുകൾ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കും. ഒന്നും കരിയത്തുമില്ല, വേവാതിരിക്കത്തുമില്ല. എല്ലാം കറക്റ്റായിട്ട് അതിൻ്റെ രീതിയിലാണ് എല്ലാം കുക്ക് ചെയ്യുന്നത്. ശ്രീമതി രാധിക എല്ലാത്തിലും എക്സ്പേർട്ടാണ്. ഡാൻസ് ചെയ്യാൻ എക്സ്പേർട്ടാണ്, പാട്ട് പാടാൻ എക്സ്പേർട്ടാണ്, അഭിനയിക്കാൻ എക്സ്പേർട്ടാണ്, സംസാരിക്കാൻ എക്സ്പേർട്ടാണ്. എല്ലാത്തിലും ശ്രീമതി രാധിക എക്സ്പേർട്ടാണുള്ളത്. അങ്ങനെ പല രീതിയിലും ശ്രീമതി രാധിക കൃഷ്ണനെ എപ്പോഴും ഇങ്ങനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കും. അന്നേരം നാളെയാണ് രഥയാത്ര. അന്നേരം നിങ്ങൾക്ക് എല്ലാ വീട്ടിൽ ഭഗവാന് വലിയ രീതിയിൽ എത്രത്തോളം ഐറ്റംസ് കുക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കുക്ക് ചെയ്യണം.
കൂടുതൽ കൂടുതൽ വെറൈറ്റീസ് കുക്ക് ചെയ്യണം. എല്ലാം ഇങ്ങനെ വെറൈറ്റീസാണ് ജഗന്നാഥന് വലിയ ഇഷ്ടം. സ്നാക്സ് ആയിട്ടുള്ളതാണ് കൂടുതൽ ഇഷ്ടം, അല്ലേ? അതുകൊണ്ട് പറ്റുന്ന രീതിയിൽ രാവിലെ ഉച്ചയ്ക്കോ എല്ലാം കൃഷ്ണൻ്റെ മുമ്പിൽ രഥയാത്രയ്ക്കായിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഭഗവാന് വേണ്ടി പല രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ. ഓരോ ആൾക്കാർ 56 ഭോഗ് ചെയ്യും, 56 ഐറ്റംസൊക്കെ ഓരോ വീട്ടിൽ കുക്ക് ചെയ്യും. അത് എല്ലാം ചെയ്യണ്ട, പറ്റുമെങ്കിൽ 56 ചെയ്യും കേട്ടോ, നല്ല അടിപൊളിയായിരിക്കും. 56 എന്ന് കേട്ടിട്ട് പേടിക്കണ്ട, കുറച്ച് കുറച്ച് ചെയ്താൽ പോരെ. അന്നേരം കുറച്ച് ചെയ്താൽ മതി. കുറച്ച് പായസം, കുറച്ച് ഉണ്ണിയപ്പത്തിൻ്റെ ഇതും, അതിങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും 56 ഐറ്റംസ് 56 ഭോഗ്. അന്നേരം ജഗന്നാഥന് 56 ഐറ്റംസ് കൊടുക്കുന്നത് വലിയ ഇഷ്ടമാണ്. അന്നേരം കുറച്ചായിട്ട് ഇങ്ങനെ എല്ലാ വിഭവങ്ങളും ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് ജഗന്നാഥൻ്റെ മുമ്പിൽ കൊടുക്കുക. ജഗന്നാഥന് വളരെ ഇഷ്ടമാണ് ഈ ഭക്ഷണങ്ങളൊക്കെ. അന്നേരം നാളത്തെ ആ ഒരു ദിവസമാണ് രഥയാത്രയുടെ ദിവസമാണ്. നിങ്ങൾക്ക് അതെല്ലാം കുക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇതാ 56 ഐറ്റംസ് ഫോർ ജഗന്നാഥ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ജഗന്നാഥിൻ്റെ സന്തോഷത്തിനായിട്ട് 56 ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ തന്നെ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒക്കെ ഇടാം. നല്ല രസമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അയക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഫോണിൽ അയക്കാം. അദ്ദേഹത്തിൻ്റെ ഫോണിൽ അയച്ചാൽ മതി. അതെല്ലാം അദ്ദേഹം നമുക്ക് ഫോർവേഡ് ചെയ്ത് തരും. 7511144180 7511144180. എന്നിട്ട് ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കുക്ക് ചെയ്ത ഐറ്റംസിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കുക. 56 ഐറ്റംസ്. നല്ല രസമായിരിക്കും. നിങ്ങൾക്ക് വലിയ സന്തോഷം, ഭഗവാന്റെ ഒരുപാട് അനുഗ്രഹം നിങ്ങൾക്കായിട്ട് ലഭിക്കും ജഗന്നാഥൻ്റെ. ഓക്കെ, അധികം സമയം എടുക്കത്തില്ല, വളരെ കുറച്ച് ചെയ്താൽ മതി. ചെയ്യുന്നതിന് കുറച്ചായിട്ട് എല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു 56 ഐറ്റംസ് കൊടുത്താൽ നല്ലതാണ്. പറ്റുമെങ്കിൽ ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും ഒരുപാട് മാറ്റം നിങ്ങൾക്ക് ലഭിക്കും. ഹരേ കൃഷ്ണ. അന്നേരം എല്ലാ ഭക്തജനങ്ങൾക്കും ജഗന്നാഥ് പുരിയിലിരിക്കുന്ന അതേ ഗുരുവായൂരപ്പൻ നമ്മുടെ ഗുരുവായൂർ തിരുസന്നിധിയിൽ ഇരിക്കുകയാണ്, അല്ലേ? നമുക്കെല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം അവസാനിപ്പിക്കുന്നു. നാളെ നമുക്ക് ഇനി അടുത്ത ശ്ലോകം ചർച്ച ചെയ്യാം. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ, ശ്രീമദ് നാരായണീയം കി ജയ, ശ്രീനാരായണ ഭട്ടതിരിപ്പാട് കി ജയ, നിതായ് ഗൗർ പ്രേമാനന്ദ ഹരിഹരി. അതുകൊണ്ട് ആരൊക്കെയാണോ 56 ഐറ്റംസ് ചെയ്യാൻ പറ്റുന്നത് അവർ ചെയ്യുക. എന്നിട്ട് നേരെ ആ ഫോട്ടോ അതിലോട്ട് അയച്ചു കൊടുക്കുക കേട്ടോ. ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ലെങ്കിൽ ആൾക്കാർ പിന്നെ വിചാരിക്കും ചെയ്തില്ലെങ്കിൽ ഇനി പ്രശ്നമാവോ, അതൊന്നും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്രത്തോളം 56 തന്നെ അച്ചീവ് ചെയ്യണമെന്നില്ല. പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാമല്ലോ. ഒരേ ഐറ്റം തന്നെ പല രീതിയിലും. ഇപ്പം ചോറ് തന്നെ ടൊമാറ്റോ റൈസ് ആക്കാം, പിന്നെ കേർഡ് റൈസ് ആക്കാം, കുറച്ച് മസാല ചോറാക്കാം. അങ്ങനെ തന്നെ കുറേ ഐറ്റംസായി, അല്ലേ? അന്നേരം അവിടെയാണ് നിങ്ങളുടെ മികവ് കാണിക്കേണ്ടത്. കുറച്ച് എഫേർട്സ് ഇട്ട് കൂടുതൽ ഐറ്റംസ് റെഡിയാക്കണം. അങ്ങനെ റെഡിയാക്കിയിട്ട് ചെറിയ ഇലകളിലായിട്ട് ഇത് വെച്ചിട്ട് എല്ലാം കൂടെ വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് ഞാൻ പറഞ്ഞ ആ നമ്പറിലേക്ക് അയച്ചു കൊടുത്തു. 7511144180. ഹരേ കൃഷ്ണ. ഇതൊന്ന് എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.